നമ്മുടെ മൈൻഡ്ഫുൾ വോൾഫിൽ പുതിയൊരു സംഭവമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പോഡ്കാസ്റ്റ് സെഷൻ. ഇപ്പോൾ പോഡ്കാസ്റ്റിൽ എന്ന് പറയുമ്പം നമ്മൾ സാധാരണ നല്ല നല്ല ഗസ്റ്റിനൊക്കെയാണ് വിളിക്കാറ്. പക്ഷേ അവസാനം പക്ഷെ ആളെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ എൻ്റെ ഒരു വിളിച്ച്. അപ്പം പ്രശാന്ത് കീവി, പ്രശാന്തിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് നിഷാദിനെ എല്ലാവർക്കും അറിയാം. എന്താണ് പ്രശാന്ത് കീവി എന്താണ് കീവി? ആക്ച്വലി അത് കീവി അല്ല, കേവിയാണ്. അന്നത്തെ വിവരം വിദ്യാഭ്യാസം വെച്ച് സ്പെല്ലിംഗ് കിട്ടുമ്പോ കേവി ആയതാണ്. അല്ല, കെ എന്ന് അങ്ങനെ എഴുതാറുണ്ട്. ആക്ച്വലി KEY എന്ന് എഴുതാറുണ്ട്. അപ്പൊ കേവിന്റെ ഇനീഷ്യലാണ്, അത് ഇട്ടപ്പോ കീവി ആയി. അപ്പൊ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് കീവി. പിന്നെ ഞാൻ വിചാരിച്ച ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ, അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ അത് ചെയ്യുന്നത് ഇത് കണ്ടിട്ട് എന്റെ ഒരു ഫ്രണ്ട് കോപ്പി അടിച്ചിട്ടുണ്ട്. ഫാരേസ് പറയുന്നത് രാജീവൻ സെയിം സ്പെല്ലിംഗ് കോപ്പി അടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ഫസ്റ്റ് അവൻ KP ആണ്. സ്പെല്ലിംഗ് ഇട്ടേക്കുന്നത് KEY PW അല്ല, പിക്ക് പകരം KP അങ്ങനെയല്ലേ പറയുന്നത്? KEY പിക്ക് പകരം PW അങ്ങനെയല്ലേ എഴുതുന്നത്? അല്ല, നിങ്ങളും അങ്ങനെയല്ലേ? KV എന്ന് പറയുമ്പോഴത്തേക്ക് KEY VW എന്നല്ലേ എഴുതുന്നത്? ഓക്കെ. അപ്പൊ അതിനിടയിൽ വേറെ കാര്യം പറയാൻ മറന്നു വിട്ടുപോയി. ഈ പേര് ബ്രാൻഡാക്കിയ പോലെ പുള്ളി ഒരു ഡയറക്ടറാണ്, ആർട്ടിസ്റ്റ് എന്ന് വേണേ വിളിക്കാൻ. ചില സിനിമയിലൊക്കെ അവിടെ സിനിമാ സെൻസും നല്ല സിനിമ. ഞാൻ വളരെ ക്ഷമയോട് കൂടിയ സിനിമ കാണുന്നത്. ഞാൻ മറ്റേ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാറില്ല, അതുകൊണ്ട് കാണാൻ പറ്റി. ഭയങ്കര ട്രെൻഡ് ആയിരുന്നു. പക്ഷെ ഡബ് ചെയ്ത് പുള്ളിയാണോ? ഡബ് ചെയ്ത് നിങ്ങൾ തന്നെയാണോ? ഞാൻ ഡബ് ചെയ്തില്ല. അതുകൊണ്ട് ആ ഇമോഷൻ കറക്റ്റ് ആയിട്ട് അവിടെ ഞാൻ തന്നെ ഡബ് ചെയ്തതിനെ കുറച്ചും കൂടി എന്റെ ഫ്ലോ അങ്ങോട്ട് പോയി. ഡയറക്ടറാണ്, ആർട്ടിസ്റ്റ് ആണ്, സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. പുള്ളിയുടെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയ പുള്ളി ഒരു കോ റൈറ്ററും കൂടെ ഉണ്ട്. ഹരി എഴുതിയൊരു സിനിമ ഉടനെ റിലീസിന് വരുന്നുണ്ട്. ഇന്നലെ ആയിരുന്നു അതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ട് ഇറങ്ങി. ആക്ച്വലി ഹരിയും കൂടി വരണ്ടായിരുന്നു, പക്ഷെ നമുക്കിപ്പം ഹരി പ്രൊഫഷണൽ ആയിരിക്കും. അല്ല, നിങ്ങള് പോഡ്കാസ്റ്റില് വേറെ ആരും കിട്ടാത്തതുകൊണ്ട് എന്നെ വിളിച്ചത് എനിക്ക് മനസ്സിലായി. എനിക്ക് നിങ്ങളോട് നന്ദി പറയുന്നത്, ആദ്യം സ്ക്രിപ്റ്റ് ചെയ്ത് പടം റിലീസ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്റർവ്യൂ അത് ആ ഭാഗ്യം വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം കൂടെ ആക്കാനുള്ള ഉദ്ദേശമുണ്ടോ? സമ്മതിക്കില്ല. അപ്പൊ നിങ്ങളും കൂടി എഫേർട്ട് ഇട്ട് വേണം ഇതിനൊന്ന് പുഷ് ചെയ്ത് നമുക്ക് പോഡ്കാസ്റ്റ് 1 മില്യൺ എത്തിക്കണം. നമുക്ക് 1 മില്യൺ ഇവിടെ എഴുതി കാണിക്കും. എഴുതി കാണിക്കേണ്ടി വരും, അതേ നടക്കുള്ളൂ. ഓക്കെ. അപ്പൊ പ്രശാന്ത്, എനിക്ക് പ്രശാന്ത് അളിയാന്ന് വിളിച്ച ശീലം. പക്ഷെ അങ്ങനെ വിളിക്കാമല്ലോ, നമുക്ക് അങ്ങനെ ഇതാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ അതിനകത്ത്. കുറച്ച് നല്ല ഇൻസ്പയറിംഗ് ആയിട്ട് ചില കാര്യങ്ങളുണ്ട്, കുറച്ച് രസമുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ ബേസിക്കലി ഒരു നല്ല തമാശ ഒരു മനുഷ്യനാണ്. നിങ്ങളോട് സംസാരിച്ചാൽ എനിക്ക് ഇഷ്ടമാണ്. അതുകൂടെ കൊണ്ടാണ്, അല്ലാതെ ആളെ കിട്ടാത്തതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ കൊള്ളാം എന്ന് തോന്നിയിട്ടുള്ള ഒരു അഭിപ്രായം ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വിളിപ്പിച്ചത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ നമുക്കൊരു നിങ്ങളെ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇതാണെന്ന് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഒരു ബേസിക് ഇത് പറയുകയാണെങ്കിൽ നിങ്ങളൊരു പക്ക സിനിമ ഭ്രാന്തനാണ്. ആ ഭ്രാന്താണ് നിങ്ങളെ ഇന്ന് കാസർഗോഡ് നിന്ന് കൊച്ചിയിൽ എത്ര വർഷമായി? കൊച്ചിയിൽ 15 വർഷമായി. എത്രയാണെങ്കിലും കാസർഗോഡൊക്കെ അവരുടെ സ്ലാങ് മാറിയിട്ടുള്ള ഒരു കൊച്ചിയിലെത്തുന്ന ഒരാളെ കാണാൻ ഭയങ്കര, നമ്മൾ എത്ര കാസർഗോഡ് വരെ കണ്ടിട്ടുണ്ട്, അവർക്കൊക്കെ ആ സ്ലാങ് അങ്ങനെ വിട്ടുപോയിട്ടില്ല. പക്ഷെ നിങ്ങൾക്കൊരു കാസർഗോഡുകാരൻ്റെ സ്ലാങ് ഇല്ലാതെ ഒരു പക്ക മനസ്സുകൊണ്ടൊരു കാസർഗോഡൻ ഇപ്പം എങ്ങനെ കൊച്ചിക്കാരൻ, ആ കഥയൊക്കെ ഒന്ന് കേൾക്കാൻ ഒരു ആഗ്രഹം. ഞാൻ ശരിക്കും കൊച്ചിയിലേക്ക് വരുന്നത് സിനിമ ചെയ്യാനൊന്നുമില്ല. ഞാൻ കൊച്ചിയിലേക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു 2008 സദർലാൻഡിൽ ജോലി കിട്ടിയാണ് ഞാൻ വരുന്നത്. പിന്നെ എൻ്റെ ലൈഫിൽ ഒന്നും പ്ലാൻഡ് അല്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് കയറി. അത് കഴിഞ്ഞ് ഞാൻ പാരലലി ഡിഗ്രി എടുക്കുകയായിരുന്നു. അപ്പോൾ സദർലാൻഡിൽ ജോലി കിട്ടി. സദർലാൻഡിൽ വന്നു. അപ്പോഴും ഞാൻ സദർലാൻഡിൽ വരുന്നത് അന്ന് നമ്മൾ പത്രത്തിലൊക്കെ മൊത്തം കാണാം. എനിക്ക് 2005 സിനിമ മോഹം കൊണ്ടല്ല കൊച്ചി. അല്ലല്ല, സിനിമ മോഹം കൊണ്ടല്ല. ചെന്നൈയിലോട്ട് വണ്ടി കയറി കോതമ്പത്തെ ലവ് സ്റ്റോറി ഒന്നും കൊച്ചി വന്നത് സിനിമ മോഹത്തിലല്ല. ചെറുപ്പക്കാരുടെ എല്ലാവരുടെയും ഒരു ഇത് സദർലാൻഡിലേക്ക് ഞാൻ ഫസ്റ്റ് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അന്ന് പത്രത്തിലാണ് മൊത്തം പരസ്യം വരും. കോൾ സെന്റർ. എനിക്ക് സത്യത്തിൽ അറിയില്ല എന്താണ് കോൾ സെന്റർ, ശരിക്കും അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ സദർലാൻഡിൽ ജോലി കിട്ടി. 2 വർഷം സദർലാൻഡിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ കമ്പനികൾ മാറിപ്പോയി. അപ്പൊ അതിൻ്റെ ഇടയിൽ സിനിമ മോഹം ഉണ്ടായിരുന്നു. സിനിമ കാണും, ചർച്ച ചെയ്യും, കുറ്റം പറയും. അതായത് നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉള്ളതാണ്. അങ്ങനെ സിനിമക്കാരനാൻ വേണ്ടി കൊച്ചിലോട്ട് വന്നതൊന്നുമല്ല. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യാതെ വരുന്നതാണ്. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട്
എൻ്റെ ഒരു സുഹൃത്തുണ്ട് രാജീവൻ എന്ന് പറഞ്ഞു. അപ്പൊ രാജീവനാണ് നമ്മുടെ കൂട്ടത്തിൽ ആക്ച്വലി നേരത്തെ പറഞ്ഞ രാജീവൻ കീപ്പി. അപ്പൊ രാജീവനാണ് ആക്ച്വലി ബ്രാൻഡ് വിടുന്നില്ല നമ്മുടെ കൂട്ടത്തില് വേറെ കൊണ്ടത് രാജീവിനൊരു ആഗ്രഹം ഉണ്ടാവല്ലോ നമ്മളൊരു പോഡ്കാസ്റ്റ് രാജീവിനെ പറ്റി പറയുന്നുള്ളത്. അപ്പൊ മിനിമം 3 പ്രാവശ്യം രാജീവ് ഇപ്പൊ ബഹ്റൈനില് കുടുംബസ്ഥരായിട്ട് ജീവിക്കുന്നു. അപ്പൊ രാജീവിനാണ് ശരിക്കും നമ്മുടെ കൂട്ടത്തില് സിനിമ മോഹം ഉണ്ടായത്. രാജീവന്റെ കഥ വേണമെങ്കിൽ സിനിമാ മോഹവുമായി എറണാകുളത്തേക്ക് മലബാർ എക്സ്പ്രസ് വണ്ടി കയറി വന്ന ഒരാളാണ് രാജീവൻ. പിന്നെ രാജീവൻ പരിപാടികൾ കിട്ടുമ്പോൾ ബഹ്റിനിലാണ്, പക്ഷെ ഇപ്പോഴും മീഡിയ പരിപാടികളുണ്ട്. രാജീവൻ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്, പരിപാടികളുണ്ട്. അങ്ങനെ പല പല പരിപാടികൾ തട്ടിക്കൂട്ടുകളിലേക്കാണ് ബഹ്റിനിൽ ജയിച്ചു. ഞാൻ ശരിക്കും ജോലി ചെയ്യാനാണ് വന്നത്. അപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു സിനിമയിൽ. അപ്പോ ജീൻ പ്രകാശ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു കത്തനാറായിട്ട് അഭിനയിച്ച പുള്ളിയുടെ പ്രകാശ് പോളിന്റെ മകനാണ് ജീൻ. ജീൻ അന്ന് ഡയറക്ടർ വൈശാഖിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പൊ ഞാനും രാജീവനും എറണാകുളത്തുണ്ട്, ഞങ്ങൾ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമ കാണും, സിനിമ ചർച്ചകൾ, പരിപാടികൾ. അപ്പൊ ജീനാണ് ആദ്യമായിട്ട് എന്നോട് ചോദിക്കുന്നത്, ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുമോ? ഇത് കുറെ വർഷം പഴക്കമുള്ള കഥയാണ്, 2010-11 എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങളൊരു കഥയൊക്കെ പ്ലാൻ ചെയ്തു. അന്ന് ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞു, ആർട്ടിസ്റ്റ് ഓക്കെ അടിച്ചു. എന്നിട്ട് ഷൂട്ടിങ്ങിന് ഒരു മാസം മുമ്പാണ് പടം മുടക്കി പോകുന്നത്. അപ്പൊ അതാണ് ഫസ്റ്റ് സിംബാക്സ്. അന്ന് രാജീവൻ ഉണ്ട് എൻ്റെ കൂടെ. അന്ന് അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാൻ പറയാനുണ്ടായ ഒരു സാഹചര്യം, അത് ഒരു സിനിമാ മോഹം ഇല്ലാന്ന് പറഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയില്ലേ ഇവനെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു തോന്നല്? ആരെയും നന്നായി ഈസി ആയിട്ട് പറഞ്ഞ് പറ്റിക്കാൻ പറ്റുന്ന കമ്മ്യൂണിക്കേഷൻ പവർ ഉണ്ട്. നമ്മള് സംസാരിക്കുമ്പോ ഫീൽ ചെയ്യില്ലേ? നമ്മുടെ ചാനലിൽ കമ്മ്യൂണിക്കേഷനെ പറ്റി ഒരു എപ്പിസോഡ് നിങ്ങൾ അതിന്റെ ഇടയിലൂടെ ഒരു ഗോൾ. അപ്പൊ അങ്ങനെ ജീനാണ് പറയുന്നത്. അപ്പോ സിനിമയായിട്ടുള്ള കണക്ഷൻ ശരിക്കും നോക്കുന്നത് ജീനാണ്. പിന്നെ കുറെ പ്രശ്നങ്ങൾ കാരണം അന്ന് ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ആർട്ടിസ്റ്റ് ഒക്കെ ഓക്കെ ആയിട്ട് നമ്മൾ മുടങ്ങിയ പ്രൊജക്റ്റ് ആയിരുന്നു. പിന്നെ ജീൻ കുറെ പേഴ്സണൽ കാര്യങ്ങൾ മൂലം വേറെ വഴിക്ക് പോയി. അപ്പൊ ഞാൻ അന്ന് മുതൽ ഞാൻ പാരലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. കാരണം ഒരു 6 മാസമാണ് ഈ സിനിമ വേണ്ടി. 2012 ഞാനും രാജീവനും കൂടെ ഒരു 6 മാസം ജോലിയൊന്നും ചെയ്യാതെ സിനിമ സ്ക്രിപ്റ്റിംഗ് ഒരു 6-8 മാസം. ടെലിഷോപ്പ് കഥയാണോ? അത് തന്നെ. ആ കഥ എന്നും ഭയങ്കര ഫേമസ് ആണ്. അതിവിടെ പറഞ്ഞ കേറി പോവാ. അത് ശരിക്കും അതിന്റെ കഥ പറയുന്നത് രാജീവനായിരുന്നു. കാരണം രാജീവൻ കുറച്ചുകൂടെ എനിക്ക് എന്നെക്കാളും ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. മൊത്തത്തിൽ ഹ്യൂമർ ആയിട്ട് അന്നത്തെ 2010-12 തട്ടത്തിൽ മറയത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് കേറി പോകുന്ന ഒരു സബ്ജക്റ്റ്. അങ്ങനെ ഒരു റോം കോം സിനിമയായിരുന്നു. ഈ ക്രിഞ്ച് എന്നുള്ള വാക്കൊന്നും വരാത്ത അന്ന് ക്രിഞ്ച് ഇറങ്ങിയിട്ടില്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, ഫേസ്ബുക്കിൽ നമുക്ക് ആൾക്കാരെ പറ്റിക്കാൻ എളുപ്പം. ഫേസ്ബുക്ക് ഉണ്ട്, പക്ഷെ ഇത്ര ആക്റ്റീവായിട്ട് സിനിമ ചർച്ചകൾ FFC ഒക്കെയാണ് വന്ന് തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ അന്ന് കുറച്ചും കൂടെ എളുപ്പമാണ് ആൾക്കാരെ പറ്റിക്കാനായിട്ട്. കാരണം നമ്മൾ കോപ്പി അടിച്ച പോലെ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇവിടെ നമ്മൾ കോപ്പി അടിച്ചത്. അപ്പൊ നമ്മൾ സ്ഥിരം കോപ്പി അടിക്കുന്നത് തെലുങ്ക് സിനിമ എന്നൊക്കെയായിരുന്നു. കാരണം ഇംഗ്ലീഷ് സിനിമ കോപ്പി ഇംഗ്ലീഷ് സിനിമ കാണാറില്ല. അപ്പൊ തെലുങ്ക് സിനിമ എന്നൊക്കെയാണ്, തെലുങ്ക് റെഫറൻസ് ആയിരുന്നു സിനിമ. കോപ്പി അടിയതല്ല, ഇൻസ്പിറേഷൻ ആയിരുന്നു. നമുക്ക് അങ്ങനെ ഒരു സിനിമ അന്ന് ഉണ്ടായിരുന്നില്ല. ഒരു കളർഫുൾ ആയിട്ടുള്ള റോം കോം സിനിമ തട്ടത്തിൽ മറിയത്തല്ല നമുക്ക് അധികം ഇല്ല മലയാളത്തിൽ. അങ്ങനെയാണ് ആ സമയത്ത് പ്ലാൻ ചെയ്ത്. അന്നത് വർക്കൗട്ട് ആയില്ല. അപ്പൊ പാരലലിൽ തന്നെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അത് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ചെലവിന് കാശില്ല, പട്ടിന് കിടന്ന് സിനിമ ഉണ്ടാക്കാനുള്ള ഡെഡിക്കേഷൻ ഒന്നും എനിക്കില്ല. ഡിപ്പെൻസ്, ചില ആൾക്കാർക്ക് ഉണ്ടാകാം, ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല. ചില ആൾക്കാർ ഒരു സിനിമക്ക് വേണ്ടി 10-15 വർഷം സ്പെൻഡ് ചെയ്യുമായിരിക്കും. ഇപ്പൊ ആടുജീവിതത്തിന് ബ്ലസ്സി സാറ് 10-12 വർഷമാണ് സ്പെൻഡ് ചെയ്തത്. എന്നെ കൊണ്ട് അത് പറ്റില്ല. അത് ഓരോ ആളുടെ ചോയ്സാണ്. അപ്പൊ ഞാൻ അത് കഴിയുമ്പോൾ തന്നെ പാരലൽ ജോലിക്ക് കയറി. അപ്പൊ ജോലി ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഇതേപോലെ കുറച്ച് സിനിമ ചർച്ചകൾ വരും. പല പ്രൊജക്റ്റുകളും ഇനീഷ്യൽ സ്റ്റേജിൽ മുടങ്ങിപ്പോകും, ചിലത് കുറെ സ്റ്റേജ് പോകും, പിന്നെ വീണ്ടും മുടങ്ങും. ആ സമയത്താണ് ഞാൻ ഹരിയെ പരിചയപ്പെടുന്നത്. ഞങ്ങള് സ്ക്രിപ്റ്റ് എഴുതാനിരുന്ന ആദ്യ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നിരുന്നു ഹരി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ബന്ധം തുടങ്ങുന്നത്. ഇവിടെ എറണാകുളത്ത് വെച്ച് ഞാൻ ഹരി പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ഹരി ഇതേപോലെ ഒരു പ്രൊജക്റ്റുമായിട്ട് വന്നു. സിനിമ ഫ്ലോപ്പാണ്, എന്നാലും പേര് പറയുമ്പോൾ ഹരി ചിലപ്പോൾ തെറി പറയായിരിക്കും. 1-ാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ജോജോയുടെ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ. അത് ആക്ച്വലി ജോജോയുടെ മാത്രമല്ല, ആ സിനിമയുടെ കോമഡി അന്ന് ആ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും സ്റ്റാർ. അന്ന് നായകൻ ടോവിനോയാണ്. ടോവിനോയുടെ 3ാമത്തെ സിനിമയാണ്. അപ്പൊ ഹരിയാണ് ടോവിനോ എന്നുള്ള ഓപ്ഷൻ പോലും പറഞ്ഞത്. നമ്മളൊന്നും ടോവിനെ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോ ടോവിനോ ടോവിനോ നമ്മുടെ മെയിൻ സ്ട്രീമിൽ എവിടെ ഇല്ല. നമ്മളന്ന് ആസിഫ് അലി, പൃഥ്വിരാജ്, കുഞ്ചാക്കോവൻ എന്നല്ലാതെ ടോവിനോ പറഞ്ഞ ഒരാളെ നമ്മൾ കൺസിഡർ പോലെ ചർച്ച ചെയ്ത് പോകുന്നു പറഞ്ഞില്ല. അപ്പൊ ഹരിയാണ് പറഞ്ഞത് ABCD
വില്ലൻ റോൾ ചെയ്ത ഒരു ആളുണ്ട്, നീ ശ്രദ്ധിച്ചിരുന്നോ? അവന് അപ്പൊ അവൻ നായകനാക്കിയ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ടോവിനെ ശരിക്കും നായകനായിട്ട് ആദ്യം ഇറങ്ങിയ സിനിമ കൂതറയാണ്. പക്ഷെ കൂതറ മൾട്ടി സ്റ്റാർ ആണ്. സണ്ണി വെയിൻ ഓൾറെഡി അപ്പൊ സ്റ്റാർ ആയി വരികയാണ്. മോഹൻലാൽ ഉള്ളതുകൊണ്ട് അതിന്റെ ഒരു വേറെ റേഞ്ച്. ടോവിനോ നായകനായ ആദ്യത്തെ സിനിമ ഒന്നാം ലോക മഹായുദ്ധം വേണമെങ്കിൽ പറയാം. അപർണ ഗോപിനാഥും ടോവിനോ ആയിരുന്നു. ആ സിനിമ 8 നിലയിൽ പൊട്ടി. അപ്പൊ അതിനു വേണ്ടി അതിലാണ് ഞാൻ ആകെ കോർഡിനേറ്റ് ചെയ്തത്. ഹരിയുടെ ആയിരുന്നു സ്ക്രിപ്റ്റ്. അപ്പൊ അതിന്റെ കോർഡിനേഷൻ പരിപാടികളൊക്കെ നമ്മളാണ് പ്രോജക്ട് കോർഡിനേഷൻ ഒക്കെ ചെയ്തത്. അത് കഴിഞ്ഞിട്ടും വീണ്ടും ഈ സിനിമകൾ പൊട്ടുമ്പോൾ പ്രശ്നം ചെയ്ത് പിന്നെ നമുക്ക് കുറച്ച് കാലത്ത് ഒരു മൂഡ് ഉണ്ടാവില്ല ചെയ്യാൻ. നമ്മൾ അത്രയും സമയം സ്പെൻഡ് ചെയ്ത് മിനിമം ഒരു 1-2 വർഷമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ നീ കരയണ്ട, തുടങ്ങിയതുള്ളൂ. അല്ല ഈ ഇതിനൊരു ചോദ്യമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ എല്ലാരും നമ്മള് ഒരു സിനിമ വിജയിക്കണം എന്നുള്ളൊരു അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഒരു വിജയ ഫോർമുല എന്ന് പറയുന്ന കാര്യം ഇപ്പൊ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സിനിമയുടെ. ടെക്നിക്കലി അത് പിന്നീടുള്ള ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയപ്പം അത് സക്സസ്ഫുൾ ആകും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. അതല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് അറിയില്ല. വേറെ എനിക്ക് 99% ആൾക്കാർ സിനിമ വിജയിക്കുന്നത് വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. ചിലപ്പോൾ 1-2% ആൾക്കാരുണ്ടാവും, അവർക്കറിയാം സിനിമ പരാജയപ്പെടുന്ന ആദ്യം തന്നെ അറിയുന്നുണ്ടാവും. പക്ഷെ അവർക്ക് ചിലപ്പോൾ ഫിനാൻഷ്യൽ ബെനിഫിറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ചിലപ്പോൾ ചെയ്യുമായിരിക്കും. എന്നാൽ അൾട്ടിമേറ്റ്ലി ഒരു സിനിമ എടുക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം ഇത് 100 ദിവസം ഓടണം, 200 ദിവസം ഓടണം, കോടികൾ തിരിച്ചു വരണം എന്നുള്ളതാണ്. അപ്പൊ ആ സിനിമ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ കുറെ കാര്യം ഞാനും ഹരി ഒരു ഗ്യാപ്പായിരുന്നു. എന്നിട്ട് അടുത്തായിട്ട് ചെയ്യുന്ന ഒരു സിനിമ മര്യാദക്ക് ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കൊറോണ സമയത്താണ് ഞങ്ങൾ വീണ്ടും ആക്റ്റീവായിട്ട് സിനിമ ചർച്ച തുടങ്ങുന്നത്. അതും ഇതുപോലെ വേറെ ആർട്ടിസ്റ്റുകളുടെ പേര് ഞാൻ പറയുന്നില്ല, വേറെ ആർട്ടിസ്റ്റായിട്ട് നമ്മൾ സിനിമ കമ്മിറ്റ് ചെയ്യുന്നു, ഷൂട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ കൊറോണ വരുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോ ടോവിനേക്ക് അത് കേൾക്കുമ്പോഴത്തേക്ക് വിഷമമാവോ? ഇനിയിപ്പോ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു ടോവിനെ കൺസിഡർ നമ്മുടെ ഒരു ടോവിനെ കാണുന്നുള്ള ടോവിനോ ഇത് കാണുകയാണെങ്കിൽ പരിപാടികളും ടോവിനോ കാണുകയാണെങ്കിൽ അല്ല നമ്മുടെ മെയിൻ സ്ട്രീം ലിസ്റ്റ് എടുക്കുമ്പോൾ ടോവിനോ അന്ന് ഉണ്ടായിരുന്നില്ല. തോൽക്കാതെ ജയിക്കാൻ പറ്റില്ല, അടി എഴുതി കാണിക്കരുത്. ടോവിനെ അൾട്ടിമേറ്റ്ലി സ്റ്റാർ ആവുന്നത് എനിക്ക് തോന്നുന്നു മെക്സിക്കൻ അപാരതയുടെ ഒരു നായകൻ ഇമേജ് അല്ലെങ്കിൽ ഒരു മെയിൻ ആർട്ടിസ്റ്റ് ഒറ്റയ്ക്ക് ഒരു സിനിമ ഫുൾ ഓഫ് ചെയ്തു എന്നുള്ളൊരു ഫീല് വന്ന് മെക്സിക്കൻ വരുന്നത് ഭയങ്കര ഹിറ്റ്, അത് സർപ്രൈസ് ഹിറ്റ് തന്നെ പറയാം. കാരണം ടോവിനോ അന്നത്തെ ഒരു അത്ര ഒരു ബി ലെവൽ സ്റ്റാർ ആണ്. അത്രയും വലിയൊരു ഹിറ്റും ഭയങ്കര കളക്ഷൻ വന്നു. പിന്നെ അവിടെ നിന്ന് ഗോത വന്നു. പിന്നെ ടോവിനൊക്കെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. എനിക്കൊന്നും ഇപ്പൊ മലയാളത്തില് ഏറ്റവും വലിയ പ്രൊജക്ടുകൾ ബാക്കപ്പ് ഉള്ള വൺ ഓഫ് ദ സ്റ്റാർ ടോവിനോ ആണ്. ഇപ്പോ അജയന്റെ 2ാം മോഷണം ഇറങ്ങാൻ പോകുന്നു. വലിയ സിനിമകളാണ്. പിന്നെ ടോവിനോ അവിടെ നിന്ന് വന്ന ടോവിനോയുടെ വളർച്ച നമ്മൾ പുറത്തുനിന്ന് കാണുന്നുണ്ട്. അപ്പോ അതിനുശേഷം 1-2 പ്രാവശ്യം ടോവിനെ കണ്ടിരുന്നു. കുറച്ച് കുശുമ്പുണ്ടോ? കുശുമ്പിന്റെ ആവശ്യം ഞാനും ടോവിനെ അഭിനയിക്കാൻ വേണ്ടി മനസ്സിലാക്കില്ല. അല്ല ടോവിനെ അതിനുശേഷം കണ്ടിരുന്നു. ഞങ്ങള് ഇടയ്ക്ക് കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു, വേറെ പ്രോജക്ട് ചർച്ചയൊക്കെ ആയിട്ട് കണ്ടിരുന്നു. അത് വർക്ക്ഔട്ട് ആയില്ല എന്നേ ഉള്ളൂ. അല്ല അങ്ങനെ കുശുമ്പിന്റെ പരിപാടി നമ്മുടെ അവിടെ നിന്ന് ഒരു സ്റ്റാറിന്റെ വളർച്ചയായിരുന്നു ആ സിനിമ. അതിനു വേണ്ടി നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പം എന്ത് കാര്യത്തിനാണെങ്കിലും ടോവിനോ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അല്ല മിന്നൽ മുരളി എടുത്താൽ തന്നെ ശരിക്കും അതിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു വേറൊരു നടൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആസ് എൻ ഓഡിയൻ നമുക്ക് അല്ലേ വേറൊരാളെ ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് 2 സിനിമാക്കാരെ വിഷയം കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ സിനിമ ടോവിനോ മിന്നൽ മുരളി എന്നൊക്കെ പറഞ്ഞ് കയറി പോകുന്നല്ലോ. അല്ല അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞ മണ്ടത്തിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ല ടോവിനോ ഭയങ്കര എഫേർട്ട്. ഗോതയിലൊക്കെ ഫൈറ്റ് ഒക്കെ ചെയ്യാൻ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്താണ്. ആദ്യം നമ്മൾ ആദ്യത്തെ ഒരു കഥയുടെ കാര്യം പറഞ്ഞില്ലേ, ഇവരുടെ മുകളിൽ ഒരു ഉഗ്രൻ കക്ഷിയുണ്ട്, റിയാസ്ക. ആ കഥയിലെ ഒരു ചെറിയൊരു പോഷൻ മാത്രം പറയാം. എന്താ വെച്ചെങ്കില് നമ്മുടെ നായകന് ജോലിയില്ല, അതായത് ജീവിതത്തിൽ ജോലി ചെയ്യാൻ ഒരു ആഗ്രഹമില്ലാത്തവരാണ് നായകൻ. ഓക്കെ അപ്പൊ എന്താണ് വെച്ചെങ്കില് ജോലി ഇല്ലാതെ ഇരുന്നിട്ട് ഇവരും ഒരു പെണ്ണും തമ്മിൽ എഫ്ഐആർ. അപ്പൊ എഫ്ഐആർ ആയിട്ട് കഥ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവള് പറയാം നായകയുടെ വേർഷൻ എന്ന് പറയുന്നത് നിനക്കൊരു ജോലി വേണം എന്ന് മാത്രമേ എന്റെ വീട്ടിൽ ഒന്ന് സംസാരിക്കും. കാരണം ലവ് സ്റ്റോറി തുടങ്ങുമ്പോൾ അങ്ങനെയാണല്ലോ, നായക എപ്പോഴും ലൈഫ് സെറ്റിൽ ആവുക, പ്രണയം, ഫാമിലി ആ ലെവലിലേക്ക് പോകും. നായകൻ എപ്പോഴും പോകുന്നിടത്തോളം പോട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ്. അങ്ങനെ റോംകോം സിനിമയായിരുന്നു. അപ്പൊ അതെന്താ സംഭവിച്ചിരിക്കല്, ഞാനും രാജീവനും ഡയറക്ടറും കൂടി ഇങ്ങനെ സ്ക്രിപ്റ്റേഴ്സ് ഞങ്ങളുടെ വില്ലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിക്കുക. അതായത് കഥ മുമ്പോട്ട് പോകുന്നില്ല, കഥ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നായകന് ജോലി വേണം എന്നുള്ളതാണ് ചർച്ച.
അപ്പൊ ഈ ജോലി ചെയ്യാൻ ഒരു ആഗ്രഹമില്ലാത്ത ഒരുത്തനെ നാളെ പിടിച്ചിട്ട് ഒരു കമ്പനിയുടെ അക്കൗണ്ടിൽ നാക്കാൻ പറ്റൂലല്ലോ. നമ്മളിങ്ങനെ അത് വേണോ അല്ലെങ്കിൽ അവിടുന്ന് ട്രാക്ക് മാറണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ഫുൾ ഡിസ്കഷൻ ആണ്. അപ്പൊ എന്റെ കൂടെ കഴിഞ്ഞൊരു 8-10 വർഷമായിട്ട് താമസിക്കുന്ന റൂമിൽ റിയാസ് എന്ന് പറഞ്ഞാണ്. അപ്പൊ റിയാസ് ആക്ച്വലി സദർലാൻഡിൽ മാനേജറാണ്. ഞാൻ അറിയാം. ക്ലയന്റ് മീറ്റിംഗ് മുടക്ക് കൈയടിച്ചിട്ടുണ്ട്. അപ്പൊ അപ്പൊ അതെങ്കിൽ റിയാസ്ക്ക് അന്ന് ഞങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തു. പുള്ളിക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. അതായത് പുള്ളി ജോലി ചെയ്യുന്നുണ്ട്, പുള്ളി നൈറ്റ് ഷിഫ്റ്റ് ആണ്. രാവിലെ വരും, ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ചിലപ്പോ ഒന്ന് ഫ്രീ ആവുന്ന സമയത്ത് പുള്ളി നമ്മുടെ റൂമിൽ ഒന്ന് വെറുതെ നോക്കും. എടാ എന്താണ് പരിപാടി? പുള്ളി ഒരു അഭിപ്രായം പറയില്ല. അങ്ങനെ ഒരു മനുഷ്യനാണ്. അതായത് നിന്റെ ലൈഫിലേക്ക് പുള്ളി ഇടപെടില്ല. ഞാനും പുള്ളി തമ്മിലൊരു ബന്ധം എന്ന് പറയുന്നത് എന്റെ ലൈഫിൽ ഇടപെടരുത്, നിങ്ങളുടെ ലൈഫിൽ ഞാൻ ഇടപെടില്ല, ഒന്നും ചോദിക്കില്ല പേഴ്സണൽ കാര്യങ്ങൾ. അപ്പൊ പുള്ളിക്ക് വന്നിട്ട് ഞങ്ങൾ ചോദിക്കണം എന്തായി പരിപാടി, ഞങ്ങൾ ഇങ്ങനെ പ്രശ്നമൊക്കെ. അപ്പൊ ഡെയിലി ഇങ്ങനെ വെറുതെ ഒരു 10 മിനിറ്റ് ഞങ്ങൾ വന്നിരിക്കുന്ന പുള്ളിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഒരു ദിവസം പുള്ളി ഒരു സമയത്ത് ഞങ്ങളിങ്ങനെ തല പുകഞ്ഞ് ഞാനിങ്ങനെ സിഗരറ്റ് ഒക്കെ വലിച്ചോണ്ടിരിക്കുകയാണ്. ഞാനും ഡയറക്ടറും പുറത്ത് സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ രാജു സ്മോക്ക് ചെയ്യില്ല. അപ്പൊ റിയാസ് ചോദിച്ചോടെ എന്താണ് പ്രശ്നം? അപ്പൊ ഞാൻ റിയാസ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. കഥ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നായകന് ജോലി വേണം. അപ്പൊ ജോലി ചെയ്യണോ വേണ്ടതാണ് പ്രശ്നം. പിന്നെ നായകന് ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ റിയാസ് ചോദിച്ചാൽ നിങ്ങളുടെ നായകന് എന്താണ് വിദ്യാഭ്യാസം? അപ്പൊ ഞാൻ പറഞ്ഞു നായകൻ ആക്ച്വലി സീരിയസ് ആയിട്ട് ബിടെക് എക്സാം ഒക്കെ ആയിട്ട് സപ്ലൈ അടിച്ച് നടക്കുകയാണ്. അപ്പൊ പുള്ളി ചോദിച്ചു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടോ? കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അപ്പൊ നായകൻ കണ്ണൂർന്ന് വരുന്നതാണ്. കണ്ണൂർ നിന്ന് എറണാകുളത്ത് എഞ്ചിനീയറിംഗ് പഠിച്ച ചെക്കനുണ്ടാവുന്ന ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉണ്ട്. നീയേ അവരോട് അല്ല സദർലാൻഡിൽ പോകുമ്പോൾ ജോലി കിട്ടത്. അപ്പൊ ഞാനിങ്ങനെ ഒരു മിനിറ്റ് സ്റ്റക്ക് അവര് പുള്ളി തമാശ പറയുന്നത്. ഞാൻ റിയാസ്കത് സദർലാൻഡ് ജോലി കിട്ടാൻ എടാ കുഴപ്പമില്ലടാ, സപ്ലൈ ഉള്ളവരെ എടുക്കുന്നില്ല. ഞാൻ സംസാരിക്കും. പുള്ളിയാണ് മാനേജർ, പുള്ളിയാണ് പ്രോസസ് മാനേജർ. ഞാൻ എടുക്കാം. അവര് റിയാസ്ക ഇത് കഥയിലാണ് നായകന് ജോലി ഇല്ലാത്തത്. എടാ അവന് ജോലി കിട്ടിയ പ്രശ്നം തീർന്നില്ലേ, നിങ്ങളെ കഥ മുമ്പോട്ട് പോയില്ലേ? എനിക്ക് റെസ്യൂമേ പുള്ളി അതായത് ഒരു 2 ദിവസം വേണ്ടി വന്ന് ഞാൻ പുള്ളി മനസ്സിലാക്കിയത് റിയൽ ലൈഫ് അല്ല, നിങ്ങൾക്ക് റെസ്യൂമേഷൻ ഒരു ക്യാരക്ടർ ആണ് എന്നുള്ളത്. കേട്ടിട്ടുണ്ടോ? പക്ഷെ ഇപ്പോഴും പറഞ്ഞു ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ഭയങ്കര കോമഡിയാണ്. കാരണം ഒന്ന് ഞങ്ങൾ കോമഡി സ്ക്രിപ്റ്റ് ചെയ്താണ്. എനിക്ക് രാജനൊക്കെ 25-26 വയസ്സേ ഉള്ളൂ. അപ്പൊ അതിന്റേതായ ഒരു വൈബ് ഉണ്ടാവില്ല. അപ്പൊ നമ്മളിങ്ങനെ ഓരോ കഥകൾ റിയാസ്ക്ക് വരും, വേറെ ആൾക്കാർ വരും. എനിക്ക് പേഴ്സണലി വർക്ക് ആവാത്തത് ഇപ്പോ വർഷങ്ങൾക്ക് ശേഷം സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. ധ്യാൻ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തതാണ്, എന്റെ നല്ലൊരു സുഹൃത്താണ്. ധ്യാൻ നന്നായിട്ട് അഭിനയിച്ചു. ഞാൻ ധ്യാനെ വിളിച്ച് പറഞ്ഞിരുന്നു ആസ് എ സിനിമ എനിക്ക് വർക്കാവാത്ത സിനിമയാണ് വർഷം. അതൊരു മോശം സിനിമയാണല്ലോ, എനിക്കാണ് വർക്കാവാത്തത് അല്ലെ. അതിപ്പോ മെജോറിറ്റിക്ക് വർക്ക് ആയത് കൊണ്ടാണ് ആ സിനിമ ഹിറ്റ് ആയത്. അല്ലെ വിനീത് ശ്രീനിവാസ് ആ സിനിമ മറ്റു ഉദ്ദേശമുള്ള വിനീത് ശ്രീനിവാസ് പടം ഹിറ്റ് അടിക്കാൻ വേണ്ടി ചെയ്തതാണോ? വിനീത് ശ്രീനിവാസ് ആ സിനിമ ചെയ്തു, ഹിറ്റ് അടിച്ചു. പിന്നെ സീരിയസ് ആവുന്നുണ്ട്. ഹിറ്റ് അടിച്ചു, പരിപാടികൾ കയറി പോയി. ആദ്യമായിട്ട് ഒരാൾ ഇത്രയും പോയിക്കോട്ടെ. നിങ്ങള് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾ ഇന്ന് പറയപ്പെടുന്നു, നിങ്ങൾ ആദ്യമായിട്ട് ആഡ് ഡയറക്ടേഴ്സ് ആക്കിയതാരാണ്? ഇനി തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ, എന്താണ് നിങ്ങളുടെ സുഹൃത്തായ ധ്യാൻ ശ്രീനിവാസൻ നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത്? അല്ല ധ്യാൻ ശ്രീനിവാസനോട് ഞാൻ ചോദിക്കാം, ഫോൺ എടുത്തു കഴിഞ്ഞാൽ ധ്യാൻ ഭയങ്കര ബിസിയാണ്. ഫോൺ ഒരു പ്രശ്നമാണല്ലേ? അല്ല ഫോൺ എടുക്കും. ഉണ്ടായിരുന്നല്ലോ നമ്മുടെ സുഹൃത്തായിരുന്നു. അല്ല ഞാനിപ്പോ കുറെ പടങ്ങൾ പെൻഡിങ്, അതുകൊണ്ട് ഇന്റർവ്യൂ ഒക്കെ ഭയങ്കര കുറവാണെന്ന്. ലാസ്റ്റ് വീക്ക് ഞാൻ സംസാരിച്ചപ്പോ 1.5 വർഷത്തേക്ക് ധ്യാൻ പടങ്ങൾ കമ്മിറ്റ് ചെയ്തു. അല്ല ധ്യാൻ ഒരു ദിവസം വന്നാൽ മതിയല്ലോ, കാരണം വർഷനേഷം എന്ന് പറഞ്ഞ സിനിമക്ക് ഒരു ദിവസം ധ്യാൻ ഇറങ്ങിയതാണ് നമ്മൾ കണ്ട മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോ ഞാൻ ഇന്റർവ്യൂ സ്റ്റാർ ആണല്ലോ, പിന്നെ വർഷനേഷം തന്നെ കുറച്ചു കാലമായിട്ട് ഭയങ്കര ജെന്യൂൻ ആണ്, കണ്ടന്റ് ഉണ്ട്, ഹ്യൂമർ ആണ്. പുള്ളി ഈ പറഞ്ഞ നേരത്തെ സിനിമയുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ പുള്ളിയുടെ ഇന്റർവ്യൂല് കണ്ടന്റ് ഉണ്ട്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും, ഇഷ്ടപ്പെട്ട കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഭയങ്കര കാഷ്വലായിട്ട് സംസാരിക്കും. കാരണം നമ്മൾ കണ്ടു മടുത്ത ഒരു അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്റ്റാറിന്റെ ഫോർമാറ്റിലല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ലൊക്കേഷനിലും അങ്ങനെയാണ്,
ഇന്റർവ്യൂലും അങ്ങനെയാണ്, പേഴ്സണലി അങ്ങനെയാണ്. ഓരോ സ്ഥലത്ത് ഓരോ ക്യാരക്ടറിലും ലൊക്കേഷനിൽ നമ്മളോട് സംസാരിക്കുന്നത് തന്നെയാണ് ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും ക്യാഷ്ഡ് ആയിട്ട് സംസാരിക്കുന്നതുകൊണ്ട് തമാശകൾ വരുന്നത്. അപ്പൊ ഞാൻ ഇന്റർവ്യൂ കൂടെ നമ്മുടെ സിനിമ മാർക്കറ്റ് ചെയ്ത് നമ്മുടെ സിനിമ ഹിറ്റ് ആവുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പൊ അതിന്റെ മാർക്കറ്റിങ്ങിന് വരുമായിരിക്കും. നമ്മൾ 28-നാണ് സിനിമ റിലീസ്. അപ്പൊ അതിനു മുമ്പ് എന്തായാലും ഞാൻ എന്റെ ഇന്റർവ്യൂ പരിപാടികൾ ഉണ്ടാവും. പോഡ്കാസ്റ്റിൽ ഞാൻ കിട്ടോ ഇല്ല ചോദ്യം ഞാൻ വിട്ടുപോയിട്ടില്ല ചോദ്യത്തിൽ. പോഡ്കാസ്റ്റിൽ ഞാൻ ചോദിച്ചു നോക്കാം. ഫോൺ എടുത്താൽ ഞാൻ ചോദിക്കാം. ഫോൺ എടുത്താലേ ചോദിക്കാൻ പറ്റൂലല്ലോ. ഈ പറഞ്ഞ തള്ളെല്ലാം തള്ളാണെന്ന് ഞങ്ങൾ എനിക്ക് ആളെ കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഒരാളെ പറഞ്ഞ് കൺവിൻസ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാല് എല്ലാം നടക്കുമെന്ന് പറഞ്ഞില്ലേ? നടത്തി കാണിക്കും. ഇപ്പൊ ഒന്ന് വിളിക്കാൻ പറ്റുമോ? കരൺ ജോഹറിന്റെ ലോക്കൽ സെറ്റ് തള്ളി. അതായത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ജെന്യുവൻ ആയിട്ട് നമ്മൾ ചെയ്താൽ അങ്ങോട്ട് തിരിച്ചു കിട്ടുന്നതൊക്കെ ഇപ്പോൾ തള്ളിയില്ലേ? ഞങ്ങൾ നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങളുടെ സംസാരം കൊണ്ട് ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ആഡേറ്റേഴ്സ് ആക്കി ഞങ്ങള് നന്ദി വേണ്ട. പിന്നീട് നിങ്ങൾ മേടിച്ചത് തെറ്റാ ഞാൻ എപ്പോഴും പറയും. എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അല്ലതെ ഇത് ഞാൻ പറഞ്ഞേ ഞാൻ നെട്ടും നിങ്ങൾ ഇന്റർവ്യൂ വിളിച്ചാ ചോദിക്കും. അല്ല അതിപ്പോ ഇത് കാണുമ്പോ അവൻ എന്തായാലും പറയും. അപ്പൊ അല്ല ധ്യാനം ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ലേ ധ്യാനം എനിക്ക് ആവശ്യം സ്ക്രിപ്റ്റ് ചെയ്യാനാണ്. ഞാൻ ഏതെങ്കിലും സ്ക്രിപ്റ്റ് കൊണ്ട് ധ്യാനത്തോട് കൺവിൻസ് ചെയ്യുന്നു. നമ്മൾ വെറുതെ വെറുപ്പിക്കരുതല്ലോ ഒരാളെ. ഇന്നിപ്പോ ധ്യാൻ ഫോൺ വിളിച്ചെടുക്കുന്നത് അത് ഇല്ലാതാക്കേണ്ട ആവശ്യം എന്താണ്? വെറുതെ ധ്യാനോട് ധ്യാൻ ഒരു ബൈറ്റ് തരും ഒരു ഇന്റർവ്യൂ എന്നൊക്കെ പറയാം. എന്റെ ജോലി അതല്ലല്ലോ. ഇന്റർവ്യൂ അല്ല, നമ്മൾ ഫ്രണ്ട്സ് സർക്കിളിൽ കുറച്ച് പേർക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു അതിനാണ് അവർ ക്യാമറ വെച്ചിട്ട് ഇന്റർവ്യൂ ആവുന്നത്. അതിനാണ് ഇന്റർവ്യൂ ആവുന്നത്. അങ്ങനെ ഇന്റർവ്യൂ ഒന്നും തോന്നിപ്പിക്കുന്നേ ഇല്ല. നമ്മളിപ്പോ ഇന്റർവ്യൂ ഒരു തരത്തിൽ അവർ തോന്നിട്ട് ഇന്റർവ്യൂ ആണെന്ന് അങ്ങനെ ആ രീതിയിൽ നമ്മൾ കൺവിൻസ് ചെയ്യണം. അല്ല നമുക്ക് ഞാനത് ഒരു തമാശയായിട്ട് ചോദിച്ചെങ്കിലും സീരിയസ് ആയിട്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ മൈൻഡ്ഫുൾ വുൾഫിന്റെ ഈ ചാനലിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതായത് ആൾക്കാരിലേക്ക് എങ്ങനെ എന്ത് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് അവർക്ക് ഇങ്ങനെ പലതും മനസ്സിലാക്കി എടുക്കാം. അപ്പം നിങ്ങളെ പോലുള്ള ആൾക്കാരെ വിളിക്കുന്നത് തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളെ പോലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ശരിയൊക്കെ വരുന്നുണ്ട് അവിടെ. ഇഷ്ടപ്പെട്ടില്ല സോറി. ഇത് കേൾക്കുന്നത് എനിക്ക് ഓർമ്മ എനിക്ക് ഒട്ടും ഇഷ്ടം ഉപദേശിക്കുകയല്ല ഞങ്ങള്. ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അനുഭവങ്ങൾ പറയുക. അപ്പം അനുഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോൽക്കാൻ നമുക്ക് ജയിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ കുറെ തോറ്റു തൊപ്പിയിട്ടൊരു മനുഷ്യനാണ്. ഇപ്പോഴും പക്ഷെ നമുക്ക് ജയിക്കാൻ പറ്റും. ജയിക്കുന്നുള്ള ഒരു പ്രോസസ്സാണ്. നമുക്ക് പല മെന്റൽ ബാറ്റിൽസ് ഉണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ തരണം. ആ ഭാഷയിലോട്ട് പോകുന്നു. അത് വരും. അപ്പം നമ്മൾ അതൊക്കെ ഓവർകം ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിന്റെ ഒരു സാധനം. അപ്പൊ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഞാനിങ്ങനെ ഈ പറഞ്ഞ ക്യാമറ നോക്കി പറഞ്ഞാൽ എങ്ങനെ ആയാലും ഭയങ്കര ക്ലീശയാണ്, ക്രിഞ്ചോ. നിങ്ങൾ ഓരോരുത്തരെ പോലെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ധ്യാൻ ശ്രീനിവാസനെ പോലെ ഒരാള് അങ്ങനത്തെ പരിപാടികൾ എനിക്ക് പേഴ്സണൽ എതിർപ്പ് ഞാൻ പറയട്ടെ. അവിടെ കട്ട് ചെയ്ത അല്ല കട്ട് ഇത് പരേസ് മാത്രമല്ല ഇങ്ങനെ ഉപദേശിക്കുന്ന കുറെ ചാനലുകളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചെങ്കിൽ എന്റെ ഉപദേശമല്ല, ഉപദേശമാണോ? അതായത് മൈൻഡ്ഫുൾ വുൾഫ് തുടങ്ങിയ സമയത്ത് അങ്ങനെ ഉപദേശം സത്യം പറഞ്ഞിട്ടുണ്ട്. പരിപാടി തുടങ്ങി 2 മിനിറ്റ് ഞാൻ ഓഫ് ചെയ്യും. അതുകൊണ്ട് കണ്ടന്റ് എന്താണെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് കണ്ടിട്ടില്ല. എക്സാക്ട്ലി പൊളിഞ്ഞ് എന്റെ കണ്ടന്റ് 2 മിനിറ്റ് പോലും ഇല്ല. 2 മിനിറ്റ് കഴിഞ്ഞോ എന്റെ കണ്ടന്റ് ആകെ മൊത്തത്തിൽ ഒരു 1.5 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ 2 മിനിറ്റ് ഞാൻ അങ്ങനത്തെ പ്രോഗ്രാം കാണാറില്ല. അല്ല അതിന്റെ റീസൺ ഞാൻ പറയാം. അല്ല അതിന്റെ റീസൺ എന്താ പറയുക, ഉപദേശിക്കുന്ന കുറെ ആൾക്കാരുണ്ട് മോട്ടിവേഷൻ തരുന്നത്. അത് ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് അത് കണ്ടിട്ട് മോട്ടിവേഷനോ ഉപദേശമോ കേട്ടിട്ട് ജീവിതം സക്സസ്ഫുൾ അനുഭവങ്ങൾ എക്സ്പീരിയൻസസ്. അതായത് ഒരു എന്താ പറയാ നമ്മള് ഇൻഫോർമേഷൻ കൊടുക്കുക. ഇപ്പൊ നമ്മളിപ്പോ മൾട്ടി ടാസ്കിങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും. അതായത് എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ മൾട്ടി ടാസ്കർ ആണെന്ന്. പക്ഷെ ശരിക്കും മൾട്ടി ടാസ്കർ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഒരു സാധനത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ടേ മറ്റു ചെയ്യാൻ പറ്റത്തുള്ളൂ. ടെക്നിക്കലി നമ്മുടെ ബ്രെയിൻ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ഇപ്പൊ ടെക്നിക് ഒരേ സമയത്ത് ഇരുന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് മറ്റേ ജോലി ചെയ്യലോ റൈറ്റ് ഹാൻഡ് സ്ക്രിപ്റ്റ് ചെയ്തല്ലോ അല്ല. ഇത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞു എന്റെ ഒരു കോൺസെപ്റ്റില് നീ ഒരു ദിവസം തന്നെ നിനക്ക് പല സാധനങ്ങൾ ചെയ്യാൻ പറ്റുകയാണ്. നീ മൾട്ടി ടാസ്കർ ആണ് അല്ലെ? നീ ഇപ്പൊ ഒരു ജോലി ചെയ്യുന്നു. ഇപ്പൊ നിഷാദ് ബിസിനസ്സുകാരനാണ്, സ്വന്തമായിട്ട് കമ്പനി റൺ ചെയ്യുന്ന ഒരാളാണ്. ഇതേ സമയത്ത് തന്നെ വീക്കെൻഡ്സോ വേറെ ഒഴിവ് കിട്ടുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സാധനം കിട്ടാറില്ല. കിട്ടിക്കഴിഞ്ഞ നിഷാദ് ഇൻസ്റ്റഗ്രാം റീല് കാണുന്ന വെറുതെ ഇരിക്കുന്നതിന് പകരം വേറെ കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ
അത് നമുക്ക് മൾട്ടി ടാസ്കിൽ കൺസിഡർ ചെയ്യാം. പറഞ്ഞു പറഞ്ഞ തർക്ക വിഷയത്തിൽ പോകാൻ താല്പര്യമില്ല. പറ. ധ്യാൻ ശ്രീനിവാസനെ കൊണ്ടുവരില്ല. ഞാൻ ശ്രീനിവാസനെ കൊണ്ടുവരില്ല. ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. വളച്ചു കിട്ടുന്നുണ്ട് നിങ്ങള്. അല്ല, ഞാൻ പറഞ്ഞതാണ് ഫോൺ വിളിച്ച് എടുക്കുന്ന ഒരാളില്ല. മറ്റേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബിഹൈൻഡ് ബുട്സും വേറെ കുറെ സംഭവങ്ങളുണ്ടല്ലോ ചാനൽസ്. അങ്ങനെ നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കുന്ന ആൾക്കാർക്ക് പുള്ളി വരും. ഇത് കണ്ടിട്ട് നിങ്ങളുടെ എഫേർട്ട് ഇല്ലാതെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ ഇവിടെ ഇരുത്താൻ ഈ പറ്റും. പരിപാടി കാണും. അത് നമ്മുടെ ചോദ്യങ്ങളൊക്കെ കൊള്ളാവുന്ന ആൾക്കാർ തീരുമാനിച്ചിട്ട് റീച്ച് എന്നാൽ ഉത്തരങ്ങൾ നല്ലതായിരിക്കും. ചോദ്യങ്ങളൊന്നും അല്ല. ധ്യാൻ ശ്രീനിവാസന് ചോദ്യം ചോദ്യങ്ങള് മോശമാണെങ്കിൽ ഉത്തരങ്ങൾ നല്ലതായിരിക്കും. അപ്പൊ എനിക്ക് അത് ഞാൻ പറയാറെന്നറിയോ, ഞാനൊരു കോമഡി പറഞ്ഞുതരാം. കോമഡി അല്ല, നടന്ന സംഭവം, അനുഭവങ്ങൾ നടന്നു. ഫോൺ അതേ സൈലന്റ് ഹരി സാറാണ് കട്ട് ചെയ്തു. മറ്റേ അല്ല, ഈ ചോദ്യം മറ്റേ തെറ്റാണെങ്കിൽ ഉത്തരം ശരിയാണെന്ന് പറഞ്ഞ നമ്മളൊരു സുഹൃത്ത്, പേര് പറയുന്നില്ല കേട്ടാ, പുള്ളി എന്താ വെച്ചെങ്കില് ഇടക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും മറ്റേ ഡിഗ്രി കോഴ്സ് തട്ടിപ്പ് പരിപാടികൾ, വ്യാജ സർട്ടിഫിക്കറ്റ്, വ്യാജ എക്സാം എന്ന് പറഞ്ഞ് ഇവിടെ എനിക്കറിയാവുള്ള അതിലൊക്കെ ആളറിയാം. മലപ്പുറത്തൊക്കെ അന്വേഷണം നടന്നതാണ്. അപ്പൊ ഇവൻ ഡിഗ്രി എഴുതാൻ വേണ്ടി, പരീക്ഷ എഴുതാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ വേറെ സുഹൃത്ത് തന്നെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞാൽ ഏജൻസി നടത്തുന്നത് കേട്ടോ, നാട്ടിലുള്ള. പേര് പറയാൻ പറ്റൂല കാരണം കേസൊക്കെ ഉള്ളതാണ്. അപ്പോ ഇങ്ങനെ എഴുതാൻ വേണ്ടി പോവാണ് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഡിഗ്രി ഓപ്പൺ ടെക്സ്റ്റ് ആണ് കേട്ടോ. അപ്പോ അണ്ണാമല ഏതൊരു യൂണിവേഴ്സിറ്റി, ഏതൊരു തമിഴ്നാട് യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ നമുക്ക് പരിപാടി എങ്ങനെ വെച്ചെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ തരും. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ തന്നെ ആൻസർ കീ ഉണ്ടാവും. ഈ ആൻസർ കീ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ എക്സാം പാസ്സാവും. ഇത്രയേ ഉള്ളൂ, ഓപ്പൺ ബുക്കാണ്. അപ്പൊ ഇവൻ രാവിലെ ഒരു എക്സാം എഴുതി, നമ്മുടെ സുഹൃത്ത്. ഉച്ചക്ക് ഒരു എക്സാമിനുണ്ട്, ക്വസ്റ്റ്യൻ കീയും കിട്ടി. അപ്പോ അളിയൻ നോക്കുമ്പോ എല്ലാരും ഉത്തരമൊക്കെ എഴുതി തുടങ്ങി കേട്ടാ. ആ ഹോളിൽ എല്ലാരും ഉത്തരം എഴുതി തുടങ്ങി. മലപ്പുറത്തോലാണ് എക്സാം നടക്കുന്നത്. അളിയൻ നോക്കുമ്പോ ഈ ക്വസ്റ്റ്യൻസ് തെറ്റാണ്. രാവിലെ വന്ന അതേ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉച്ചക്ക് വന്നേക്കുന്നത്. ഇവന് ക്വസ്റ്റ്യൻസ് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ട്. ഇവനത് മനസ്സിലായി. ഇവൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവൻ മറ്റേ ഇൻവിജിലേറ്റർ പറഞ്ഞിങ്ങനെ, ഇത് ഈ ക്വസ്റ്റ്യൻസ് രാവിലെ ഉണ്ടായതാണ്, ക്വസ്റ്റ്യൻ പേപ്പർ തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ പുള്ളി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു, കീ ഉണ്ടല്ലോ, ആൻസർ കീസ് ഉണ്ട്, രണ്ടും കൂടെ എടുത്തു. അടുത്ത ഹോളിൽ പോയി അടുത്ത സാറിനോട് സംസാരിച്ചു. അങ്ങനെ ഇവരൊരു കൺഫർമേഷനിലേക്ക് എത്തി. ഇവർ വന്നിട്ട് പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പർ തെറ്റാണ്, ആൻസർ കീ കറക്റ്റ് ആണ്, എല്ലാവരും ഉത്തരം എഴുതിക്കോ. അങ്ങനെ എക്സാം നടന്ന ചരിത്രമുണ്ട്. അത് ശരിക്കും ക്വസ്റ്റ്യൻ തെറ്റാണ് പക്ഷെ ആൻസർ കീ കറക്റ്റ് ആണ് തന്നേക്കുന്നത്. നിങ്ങൾ ആൻസർ കീ നോക്കിയിട്ട് ഉത്തരം എഴുതുക. അതേപോലെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ അതിന്റെ ഉത്തരം കറക്റ്റ് ആയിരിക്കും. നല്ല ക്രിഞ്ച് കഥയായിരുന്നു, എനിക്ക് ചിരി തോന്നുന്നില്ല. പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ചിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു, പക്ഷെ ഇവരുള്ള ആൾക്കാർ ചിരിച്ചോളൂ. നമുക്കൊന്നും വെച്ചതാണ്. എന്തിനോട്ട് അത്ര ശരിയായില്ല, ക്ലൈമാക്സ് അങ്ങോട്ട്. അല്ല പിന്നെ ക്ലൈമാക്സ് ഞാൻ നേരത്തെ ചോദിച്ച പോലെ, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ പോലെ ആളെ പറ്റിക്കുന്ന പരിപാടി, അതായത് ഒരു സ്ക്രിപ്റ്റ് പ്രോസസ് ആയിട്ട് എങ്ങനെ നിങ്ങളത് ഒരു പ്രോജക്റ്റ് ആക്കിയിട്ട് മാറ്റുന്നു. പ്രോജക്റ്റ് ആക്കിയിട്ട് മാറ്റുന്നതാണോ? ധ്യാൻ എങ്ങനെ കൺവിൻസ് ചെയ്തു നിങ്ങൾ ഈ സ്ക്രിപ്റ്റ്? ധ്യാൻ കൺവിൻസ് ഭയങ്കര കോമഡിയാണ്. ഈ പ്രോജക്റ്റ് ഉണ്ടായ കഥ പാർട്ട്നേഴ്സ് ഓൺലൈൻ ക്രൈം എന്ന് പറയുന്നതാണ് പടത്തിന്റെ പേര്. അത് ഇച്ചിരി പറയാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. പാർട്ട്നേഴ്സ് ഓൺലൈൻ ക്രൈം അതാണ് പടത്തിന്റെ പേര്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നമുക്ക് പാർട്ട്നേഴ്സ് ഇൻ ക്രൈം, ഓൺലൈൻ ക്രൈം ആണ്. വല്ലാത്ത പേര് തന്നെ. അത് മറ്റേ ക്രിമിനൽസ് ആരെ പേരിട്ടത്? അത് ഡയറക്ടറാണ്. ഹരിസാറാണോ? അല്ല, ഡയറക്ടർ നവീൻ ജോൺ എന്നാണ് ഡയറക്ടർ. അപ്പൊ ഡയറക്ടറാണ് പേരിട്ടത്. അപ്പൊ അതിന് ഉദ്ദേശമുള്ളത് കൊണ്ട്, ഭയങ്കര അർത്ഥമുള്ളതുകൊണ്ടാണ് പേരിട്ടേക്കുന്നത്. വേറെ ഉദ്ദേശമൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇട്ടേക്കുന്നത്. നമ്മള് മറ്റേ ഈ ജോസിന്റെ ഒക്കെ പോലെ ഇങ്ങനെ അല്ല, ബുദ്ധിജീവി അങ്ങനത്തെ ഒരു പടമല്ല. നീ എങ്ങനെ ലിജോ ജോസ് ഒക്കെ കമ്പയർ ചെയ്തു? ഈ കഥ ഇതുപോലെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ സ്ക്രിപ്റ്റും കൊണ്ട് കുറെ കാലം നടന്ന് അങ്ങനെ അങ്ങനെയല്ല. ഈ ഡയറക്ടർ എന്റെ സുഹൃത്താണ്, പ്രൊഡ്യൂസറും നമ്മൾ പറയുന്ന ഒരാളാണ്. ഇവര് വേറൊരു പടം ചെയ്യാനായിരുന്നു. ആക്ച്വലി വേറൊരു പടം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവർ രണ്ടുപേരും ഓസ്ട്രേലിയയിലാണ്. വേറൊരു പടം ഷൂട്ട് ചെയ്യാൻ വേണ്ടി നാട്ടിലോട്ട് വന്നു. നെക്സ്റ്റ് മന്ത് ഷൂട്ടിംഗ് തുടങ്ങണം. നെക്സ്റ്റ് മന്ത് ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് ആർട്ടിസ്റ്റിന്റെ ഒരു ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ ആർട്ടിസ്റ്റിന് എന്തൊരു ഡേറ്റ് പ്രശ്നം, ഷൂട്ട് തുടങ്ങാൻ പറ്റില്ല, 5-6 മാസത്തിൽ ഷൂട്ട് തുടങ്ങാൻ പറ്റില്ല. അപ്പൊ ഇവരാണെങ്കിൽ ഫുൾ സെറ്റ്, അതായത് ഡയറക്ടർ ഉണ്ട്, പ്രൊഡ്യൂസർ ഉണ്ട്, ക്യാമറാമാൻ ഉണ്ട്, എഡിറ്റർ ഉണ്ട്, കഥ മാത്രമില്ല.
ഇവർക്ക് ഷൂട്ട് ചെയ്യണം, വേറെ കഥയില്ല. കഥയില്ലാതെ ഞാൻ പ്രൊജക്ട് അല്ല, ഓൾറെഡി അവർ വേറെ പടം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ആ പടം ഡ്രോപ്പ് ആയി. അപ്പൊ വേറൊരു ഓപ്ഷൻ ഇല്ല, അവർക്ക് ഇമ്മിഡിയറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ വേണം എന്നുള്ളതാണ്. അപ്പൊ ഈ പുള്ളി എൻ്റെ ഒരു കോമൺ സുഹൃത്താണ് ഡയറക്ടർ. പുള്ളി എന്നെ ഇങ്ങനെ വിളിക്കുന്നു. അപ്പൊ ഞങ്ങൾ വേറെന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ മുമ്പ് ആലോചിച്ചൊരു കഥയുണ്ട്, ഇതൊരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുണ്ട്, ഒരു ബാങ്കുമായിട്ട് കണക്ട് ഉള്ള കഥയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ എനിക്കൊന്ന് 1947 ഹോട്ടലിൽ ഇവിടെ ഇരുന്നിട്ട് നമ്മളൊരു ചായ ഒക്കെ കുടിച്ചോണ്ട് ചായ തന്നെ ബിയർ അടിക്കാണ് ഞാൻ ബീവറേജ് ഒന്ന് മേടിച്ചോണ്ടോ എന്നിട്ട് റൂമിലേക്ക് അടിക്കുകയുള്ളൂ. അപ്പൊ 1947 ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ത്രെഡ് പറഞ്ഞു. അപ്പൊ ഡയറക്ടർ ഇത്ര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു സിനിമാക്കാരൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ല, അതെന്താ വെച്ചാൽ ഞാൻ സിനിമാക്കാരനായിട്ടില്ലല്ലോ. ഈ മാസം 28-ാം തീയതി അത് പക്ഷെ ബേസിക്കലി ക്രെഡിറ്റിൽ എന്റെ പേരില്ല. അത് ഞാനും പ്രൊഡ്യൂസറും തമ്മിലുള്ള നല്ല ബന്ധത്തിന്റെ പുറത്ത്. പിന്നെ ഹരിയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു ഞാൻ കോർഡിനേറ്റ് ചെയ്തു. അപ്പൊ നമ്മള് ഡയറക്ടറോട് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ കഥ പറയുന്നു. അയ്യോ തീർന്നു, ഞാന് ഹരിയും തമ്മിൽ അങ്ങോട്ട് ഒരു കൊലപാതകം നടന്നേനെ അവിടെ. മറ്റേ വർഷങ്ങൾക്ക് ശേഷം നടന്ന പോലെ തന്നെ. അതെ അതെ, ഞാപം തൊട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടി വന്നേനെ. അപ്പോ കഥ ഡയറക്ടറോട് പറയുന്നു, ഡയറക്ടറിന് ഇഷ്ടപ്പെടുന്നു. അപ്പോ പുള്ളിയോട് ഇങ്ങനെ നമുക്ക് ആർട്ടിസ്റ്റ് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഒരാഴ്ച കൊണ്ടാണ് അതിന്റെ ഒരു 1 ലൈൻ ഉണ്ടാകും. 1 ലൈൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ സീൻ ഓർഡർ ഉണ്ടാകും, ഡയലോഗ്സ് എഴുതിയിട്ടില്ല. ഒരു 4-5 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നു. ആദ്യം വേറെ ആർട്ടിസ്റ്റ് ആയിരുന്നു, ആർട്ടിസ്റ്റിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. പുള്ളി ഞാൻ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. വേറെ ആർട്ടിസ്റ്റാണ് അപ്പം കമ്മിറ്റ് ചെയ്ത് ആക്ച്വലി. അതും നമ്മൾ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തപ്പോൾ ഡേറ്റ് ക്ലാഷ് വന്ന് ഇമ്മീഡിയറ്റ് അടുത്തൊരു ഓപ്ഷൻ വേണം. അത് നെക്സ്റ്റ് മന്ത് ഷൂട്ടിംഗ് ആണ്, ഒരു 1-1.5 മാസം കഴിഞ്ഞ ഷൂട്ടിംഗ് ആണ്. ആരടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്, നമുക്കിങ്ങനെ ധ്യാനം നോക്കിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ധ്യാനിന്റെ അടുത്ത് പോകുന്നു. 5 മിനിറ്റ് കൊണ്ട് കഥ പറയുന്നു. അപ്പോൾ 10 മിനിറ്റ് മാക്സിമം ഡയറക്ടർ കഥ പറയുന്നു, ധ്യാനം ഓക്കെ അടിക്കുന്നു, അഡ്വാൻസ് കഴിയുന്നു. അപ്പൊ നമ്മൾ മനസ്സിൽ വിചാരിച്ചോ ഇത് ഭയങ്കര കഥയാണ്, കാരണം ധ്യാൻ 10 മിനിറ്റ് കൊണ്ട് ഓക്കെ പറഞ്ഞത്. പിന്നെയാണ് ധ്യാൻ അതൊക്കെ കഴിഞ്ഞാണ് ധ്യാന്റെ ബിസിനസ് മോഡൽ പറഞ്ഞത്. ഞാനിങ്ങനെ 10-25 പടങ്ങൾ വർഷം ചെയ്യോ, ഏത് വന്നാലും ഞാൻ ചെയ്യുന്നുള്ള സത്യം ധ്യാൻ അതിനുശേഷമാണ് പറഞ്ഞത്. അത് ഇന്റർവ്യൂല് പറഞ്ഞത് എന്റെ ബിസിനസ് മോഡൽ വേറെ. അന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, കാരണം ഞാൻ ധ്യാനം ആദ്യമായിട്ടാണ് നമ്മൾ കാണുമ്പോൾ ധ്യാൻ കഥയൊക്കെ കേട്ട് ഓക്കെ അടിക്കുന്നു, അഡ്വാൻസ് വീഡിയോ. അപ്പൊ നമ്മുടെ മനസ്സിൽ ഓക്കെ നമ്മൾ ധ്യാനെ കൺവിൻസ് ചെയ്തിരിക്കുന്നു, ധ്യാന്റെ ബിസിനസ് മോഡൽ ഇതാണ്, പിന്നെ ധ്യാൻ പിന്നെയാണ് പറയുന്നത്. അങ്ങനെയാണ് ആ സിനിമ ഉണ്ടാവുന്നത്. ശരിക്കും നിങ്ങളുടെ കഥയ്ക്ക് ധ്യാൻ ശ്രീനിവാസൻ തന്നെ വേണമെന്ന് വിചാരിച്ചിട്ടാണോ, അത് കിട്ടിയൊരു അവൈലബിൾ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിക്കാണോ, അത് എങ്ങനെയാണ് നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്? നമ്മൾ ഒരു കഥ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ വളരെ ലിമിറ്റഡ് ആർട്ടിസ്റ്റുകളുണ്ട് മലയാളം. അതിലുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കും. ഇപ്പൊ നമ്മുടെ നായകന് ലിമിറ്റഡ് ആർട്ടിസ്റ്റുകൾ, പുതിയ ആൾക്കാരൊക്കെ കൊണ്ടുവരണം. ജിസ്ജോയ് ആണ് കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞത്, നമ്മൾ പണ്ടൊക്കെ ആർട്ടിസ്റ്റിനെ വെച്ചിട്ടായിരുന്നു ഒരു സിനിമ എഴുതുന്നത്. ഇന്നത്തെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവരൊക്കെ ഒരു ബേസിക് സാധനം വെക്കും, കാരണം ഇവരൊക്കെ 5 വർഷത്തേക്ക് ഓൾറെഡി ബുക്ക്ഡ് ആയിരിക്കും. അപ്പൊ ഈ സമയത്ത് നമ്മളൊരു ബേസിക് സാധനം വെക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു നായകനൊരു 28-30 വയസ്സ് പ്രായമാണ്. അപ്പൊ ആ പ്രായത്തിൽ നമുക്ക് പിച്ച് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റ് നമ്മൾ ഉണ്ടാകും. നമ്മൾ ഒരു ആർട്ടിസ്റ്റ് മാത്രം വെച്ച് കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ ആർട്ടിസ്റ്റിന് കഥ ഇഷ്ടപ്പെടണമെന്നില്ല, ഡേറ്റ് ക്ലാഷ് വരാം. അപ്പൊ ഇത് ക്യാരക്ടർ വൈസ് ധ്യാൻ അതിന് ആപ്റ്റാണ്. ആ പ്രായം, ഫിസിക്, പരിപാടി വെച്ച് ധ്യാൻ ആപ്റ്റാണ്. അല്ലാതെ വേറെ ആളെ കിട്ടാത്തതുകൊണ്ടല്ല നമ്മൾ ധ്യാനം ചെയ്യുന്നത്. ധ്യാൻ ആപ്റ്റ് ആവുകയാണ് നമുക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞത് ധ്യാൻ പിന്നെ കുറെ പടങ്ങൾ ചെയ്തു എന്നുള്ളതാണ്, ഇത്രയും പടങ്ങൾ ധ്യാൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ധ്യാൻ പെട്ടെന്ന് 10 മിനിറ്റിൽ ഓക്കെ പറഞ്ഞ കഥ പിന്നീട് ഈ പറഞ്ഞ ധ്യാന്റെ ഒരു ബിസിനസ് മോഡൽ പറഞ്ഞപ്പോ ഒന്ന് പേടിച്ചാ? ധ്യാന്റെ ബിസിനസ് മോഡൽ പറഞ്ഞപ്പോൾ പേടിച്ചൊന്നുമില്ല. കാരണം ആ കണ്ടന്റ് നല്ലതാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ തമാശ വേറെ കാര്യം വേറെ, കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് വിശ്വസിക്കുന്നവരാണ്. ആ സിനിമക്ക് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്, അത് ഒരു 2 മണിക്കൂർ 5 മിനിറ്റ് പറ്റുള്ള സിനിമ നിങ്ങളെ ബോറടിപ്പിക്കാതെ കണ്ടിരിക്കാവുന്ന ഒരു കണ്ടന്റ് അതിലുണ്ട്. പിന്നെ പടം സക്സസ് ആവില്ല എന്ന് കുറെ സാധനങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ പണി നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ സിനിമ കണ്ട് ആരും കൂവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത് കോമഡി ത്രില്ലർ, കോമഡി ത്രില്ലറാണ്, ചെറിയൊരു കോമഡി ത്രില്ലർ. അങ്ങനെ ഭയങ്കരമായ കോമഡി ഒന്നുമില്ല, പക്ഷെ ഒരു കോമഡി ജോണറിലൂടെ പോയിട്ട് ത്രില്ലർ ആവുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഞാനത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ മൂവിയാണ്, തിയേറ്റർ മൂവി, OTT അല്ല. കാരണം തിയേറ്റർ കണ്ടുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ഡിഫറൻസിയേഷൻ ഇപ്പോഴും എങ്ങനെയാണെന്നുള്ള ഞാൻ എങ്ങനെ പറഞ്ഞു വെച്ചാല്, ഇപ്പം ആവേശം എല്ലാവരും ഭയങ്കര ഇതായിട്ട് പറഞ്ഞു. എനിക്ക് ആവേശം തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. ഇനി അത് പറഞ്ഞോണ്ട് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് ആ എല്ലാരും പറഞ്ഞ ഇമ്പാക്ട് എനിക്ക് ആവേശം അങ്ങോട്ട് അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കില്ല. കാരണം ഞാൻ OTT-യിലാണ് കണ്ടത്. അത് OTT-യിൽ കണ്ടിട്ട് എസ്പെഷ്യലി കോമഡി പടങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മളൊരു 10 ആൾക്കാർ ഇരുന്ന് കാണും. ഒരു തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ആ തിയേറ്ററിൽ ഒരാൾ ചിരിച്ചാൽ മതി.
ചിലപ്പോ ചെറിയ കോമഡിക്ക് കൊണ്ട് ഒരാൾ ചിരിക്കുമ്പോഴായിരിക്കും നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് നോക്കി അതൊരു കോമഡി ആയിരുന്നല്ലോ. അപ്പൊ മൊത്തത്തിൽ അത് എനർജി വേറെയാണ്. അതിൽ പിന്നെ വേറൊരു കാര്യമുണ്ട്, മൈൻഡ് സെറ്റിന്റെ ഒരു പാർട്ടും കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ആഘോഷിച്ച ഒരു സിനിമ OTT വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ മൈൻഡിൽ ഇത് ഇത്ര ഭയങ്കര സിനിമയാണെന്നുള്ള വരുന്നത് OTT. പക്ഷെ മിന്നൽ മുരളി OTT ആയിരുന്നു, ശരിക്കും അത് തിയേറ്റർ സിനിമയല്ലേ, പക്ഷെ എന്നിട്ട് അത് ഹിറ്റായി. OTT-ലാണ് ആദ്യം കാണുന്നത്. പിന്നെ രണ്ട് പ്രേക്ഷകരാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണും, ഞാൻ തിയേറ്ററിൽ പടം കാണുന്ന ഒരാളാണ്. OTT-ൽ കാണുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കാരണം തിയേറ്റർ ആ സിനിമ എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് ആണ് എനിക്കിഷ്ടം. നമ്മൾ തിയേറ്ററിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ച് പപ്സൊക്കെ കഴിച്ച് അങ്ങനെ കാണുന്ന ആൾക്കാരുടെ കൂടെ ഇരുന്ന് സ്റ്റാർ പടത്തിനാണെങ്കിൽ കയ്യടിച്ച് കാണുമ്പോൾ ടർബോ ഞാൻ ഫസ്റ്റ് ടൈം പോയി കണ്ടതാണ്. മാസ പടങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം പോയി കാണും. ആ ക്രൗഡിന്റെ കൂടെ ആ സ്റ്റാറിനെ എൻജോയ് ചെയ്ത് പടം കാണുന്ന ഒരാളാണ്. OTT-ലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ ക്യാരക്ടറും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കൂടെ. ഐ മീൻ നിങ്ങൾ എങ്ങനെയാണ് ഒരു സിനിമ കാണുന്നത് എന്നുള്ളത്. എനിക്ക് അങ്ങനെ സ്ലോ പടങ്ങൾ OTT-ൽ ഇരുന്ന് കാണുന്ന ഒരാളല്ല. OTT-ലാണിപ്പോൾ ഞാൻ കോമഡി പടങ്ങളെ ചൂസ് ചെയ്യുള്ളൂ. അപ്പൊ തിയേറ്ററിലായിട്ട് ഡിസൈൻ ചെയ്തോടാണ് ഇപ്പോൾ ആവേശമൊക്കെ. കാരണം അതില് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഫഹദിന്റെ ഫൈറ്റ് വരുമ്പോൾ നമ്മൾ ആ ക്രൗഡ് അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നീ വീട്ടിലിരുന്ന് ഒറ്റ മുകളിലിരിക്കുമ്പോൾ നീ ക്രൗഡല്ലോ, നീ അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഫഹദ് ഫൈറ്റ് ഫൈറ്റ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. തിയേറ്ററിലാകുമ്പോൾ മറ്റേ കയ്യടിയിലെ ഇടയിലാണ് സൗണ്ട് എഫക്റ്റും സൗണ്ട് എഫക്ട്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ. സൗണ്ട് എഫക്ട്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതേപോലെ ഇപ്പൊ നമ്മൾ നേരത്തെ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞു, വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ വർക്കൗട്ട് ആയിവിടാണ്. OTT-ൽ വരുമ്പോഴാണ് ഇപ്പൊ ക്രിഞ്ചും ട്രോളും പരിപാടികളൊക്കെ വരുന്നത്. തിയേറ്ററില് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കണ്ട ആൾക്കാർക്കും അങ്ങനൊന്നും പറഞ്ഞ പോലെ വർക്ക് ആയെന്ന രീതിയിൽ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഭയങ്കര നല്ല മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അല്ല അവരൊരു സിനിമ എന്താണ് അവരുടെ ഉദ്ദേശം. നമ്മളിപ്പോ സിനിമ എന്താ ഉദ്ദേശം? ഇത് മാക്സിമം ആൾക്കാർ കാണും, ആ ക്രൗഡിലേക്ക്. സിനിമ മോശമെന്നുള്ള പറയുന്നത് അല്ല, വർഷങ്ങൾക്ക് ശേഷം ഫാമിലി ഓഡിയൻസ് ഉണ്ടായിരുന്നു. ഇപ്പോ ധ്യാനിന്റെ സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ല സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. പെർഫോമൻസ് വൈസും ഹിറ്റ് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ തിരയിൽ ഫസ്റ്റ് അഭിനയിച്ചപ്പോഴും തിര ഒരു ഹിറ്റ് സിനിമയല്ല. അതിനുശേഷമുള്ള വളരെ ആവറേജ് ഹിറ്റ് എന്ന് പറയുന്ന 1-2 സിനിമകളാണ്. അപ്പൊ ധ്യാനിനെ സംബന്ധിച്ചുള്ള കരിയറിൽ ഭയങ്കരമായി മാറ്റം സിനിമ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ധ്യാനിന് വരുന്ന സിനിമകളും പ്രൊജക്ടുകളടക്കം മാറിയിട്ടുണ്ട്. അത് വെച്ചിട്ട് പിന്നെ ആ ടോട്ടായിട്ടുള്ള സിനിമ കയറിപ്പോ ഇപ്പൊ എന്താ വെച്ചാൽ നിവിൻ പോളി വന്ന സിനിമക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. തിയേറ്ററിന് ഞാൻ പറഞ്ഞു, ഇപ്പൊ തിയേറ്ററിൽ സ്ലോയിലിരിക്കുന്ന ഒരു ഓഡിയൻസിന് നിവിൻ പോളി അവിടുന്ന് ഭയങ്കര പീക്കിലാണ് കയറുന്നത്. നമ്മുടെ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ലാസ്റ്റ് ഒരു അരമണിക്കൂറായി നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ തിയേറ്ററിൽ വർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. ധ്യാൻ മറ്റേ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ കഥ പറയുമ്പോഴുള്ള സിനിമയില് ലാസ്റ്റ് ഇപ്പൊ ഈ സിനിമ ചെയ്യാൻ പോകുമ്പോ വിനീതിനും ധ്യാനും നിവിനും എല്ലാവർക്കും അറിയാം ഈ സിനിമ ഏതൊക്കെ ഓഡിയൻസ് കാണും കാണില്ല. കാരണം അവർ ഇത്രയും സിനിമ ചെയ്ത ആൾക്കാരാണല്ലേ. ഇപ്പൊ ഈ OTT-ൽ ഇരുന്നിട്ട് സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്നതിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഇവർക്ക് എന്തായാലും ഉണ്ടാവും. ഇവർക്കറിയാം ഇത് വർക്ക്ഔട്ട് ആവും, ഇത് വർക്ക്ഔട്ട്. ധ്യാൻ ഇന്റർവ്യൂ പറഞ്ഞിട്ട് അതിലെ സ്ക്രിപ്റ്റിലെ ചില പോർഷൻസ് അവന് വർക്ക്ഔട്ട് ആവാൻ തോന്നി. പക്ഷെ വിനീത് അതിന് കൊടുത്ത കൗണ്ടർ എന്ന് പറയുന്നത് അത് ഞാൻ മ്യൂസിക് വെച്ച് എടുത്ത് കയറ്റും എന്നുള്ളതാണ്. അപ്പൊ തിയേറ്ററിൽ വിത്ത് മ്യൂസിക് ആ സിനിമ കയറി പോകുന്ന ഒരു സിനിമയാണ്. എന്ന് വെച്ചാൽ ഞാൻ പറയാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നല്ല, ആ സിനിമ അർഹിച്ച വിജയം നേടി ഇപ്പൊ നിവിന്റെ ആ സോങ് ഭയങ്കര ഹിറ്റായി. നിവിൻ ഈസ് ബാക്ക് എന്നുള്ള സാധനം പോലും ആ സിനിമ ഉണ്ടാക്കാൻ പറ്റി. അപ്പൊ ഓരോ സിനിമ എല്ലാ സിനിമ നമുക്ക് 100 ദിവസം ഓടുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള സിനിമ. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പല സിനിമകളും തിയേറ്ററിൽ 1 കോടി പോലും കളക്ഷൻ വരുന്ന സിനിമകളുണ്ടാവും. പിന്നെ ബിസിനസ് അല്ലേ. OTT വന്നതിന് ശേഷം ഈ 100 ദിവസം എന്നൊക്കെ ഉള്ള ഒരു 30 ദിവസമാണ് നമ്മൾ കാണുന്നത്. ആവശ്യം 30 ദിവസം കഴിഞ്ഞിട്ട് OTT-ൽ ഇറങ്ങി. 100 ദിവസം കാരണം അന്ന് 10-14-15 തിയേറ്ററിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ കാലത്തൊക്കെ. ഇപ്പൊ പിന്നെ അല്ല, അതിന് മാത്രമല്ല അന്ന് OTT ഇല്ലല്ലോ. പിന്നെ അത് മാത്രമല്ല അന്ന് എനിക്ക് തോന്നുന്നു സാറ്റലൈറ്റ് വന്നപ്പോലും 90 ദിവസം കഴിഞ്ഞാണ് സാറ്റലൈറ്റ് വരുന്നത്. അപ്പൊ സിനിമ അവരുടെ ഉദ്ദേശം എന്ന് സിനിമ ഹിറ്റ് അടിക്കുക എന്നുള്ളതാണ്. അപ്പൊ വളരെ നല്ലൊരു സിനിമയാണ് നിങ്ങളെ കൊണ്ട് പറയിച്ചിട്ട് ആ സിനിമക്ക് ആള് കയറുന്നതിൽ ഒരു കാര്യമില്ലല്ലോ. പ്രൊഡ്യൂസർ കുത്തോളൊക്കെ. അപ്പം ഈ വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ പറഞ്ഞ പോലെ ധ്യാൻ്റെ ഒരു പുള്ളി നല്ലൊരു പൊസിഷൻ നിൽക്കുന്ന സമയത്ത് ഈ ഒരു മൂവി നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? പാർട്ട്നേഴ്സ് പ്രതീക്ഷ ഞാൻ മനസ്സിച്ചത് ക്വാളിറ്റി വൈസ് അല്ല, ബോക്സ് ഓഫീസിലൊരു ഹിറ്റ് ആവുന്നുള്ള പ്രതീക്ഷയുണ്ടോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയെങ്കിലും ഇല്ലെങ്കിലും ഈ സിനിമ നമ്മൾ സെയിം രീതിയിലാണ് അപ്രോച്ച് ചെയ്തത്. അതൊരു റീസൺ ഞാൻ പറഞ്ഞില്ലേ, ധ്യാൻ എന്ന് പറഞ്ഞൊരു സ്റ്റാറിനെ നമ്മൾ ആ സിനിമയിൽ ഉപയോഗിക്കുന്നില്ല. ധ്യാൻ ഒരു ക്യാരക്ടറാണ്. ആ ടോട്ടാലിറ്റി കഥയാണ് കൊണ്ടുപോകുന്നത്. ധ്യാൻ അതിന്റെ ഒരു പാർട്ടാണെന്നുള്ളതാണ്. അപ്പോ ആ കഥ റെലവെന്റ് ആണ്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നമ്മളൊരു വിശ്വാസം. ഇതൊക്കെ ഒരു കാൽക്കുലേഷൻ അല്ലേ. പടം പൊട്ടിയ വിശ്വാസം മിണ്ടാതിരിക്കും. പടം വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഓക്കെ ഇത് ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ സിനിമയാണെന്നൊക്കെ ഞാൻ പറയും അല്ലേ. പടം പൊട്ടി നമ്മൾ മിണ്ടാതിരിക്കാന്നല്ല, കാരണം നമ്മുടെ കാൽക്കുലേഷൻ തെറ്റി. ഞാനിപ്പോ പറയണത് നമ്മൾ അങ്ങനെ ആലോചിച്ച് ചെയ്തതാണ്. ഇപ്പം നമ്മൾ പല ഫാക്ടേഴ്സും ഡിസ്കസ് ചെയ്തപ്പോൾ ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം എന്തുകൊണ്ട് ആൾക്കാർ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം?
അതിപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം ഇത് നിങ്ങൾ പറഞ്ഞായിട്ട് കാണാൻ തോന്നിയിട്ടുണ്ടാകാം. ഈ പറഞ്ഞ പോലെ നേരത്തെ ധ്യാൻ പറഞ്ഞ പോലെ ഞാൻ എന്റെ ബിസിനസ് മോഡൽ സിനിമ അങ്ങനെ ചിലപ്പോൾ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ടിക്കറ്റ് എടുത്തു ഇതിനുള്ള ഉത്തരം എനിക്കൊന്ന് പണ്ട് സിദ്ദിഖ് ലാല് കൊടുത്തതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അവര് ഏതൊരു സിനിമ ചെയ്തു, ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ ചെയ്തു. പ്രൊഡ്യൂസർ സിനിമ ചെയ്തിട്ട് പടം ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ വീണു, പഴയ കാലത്ത്. അപ്പൊ ഈ ക്യാപ്ഷൻസ് അന്ന് മറ്റേ പോസ്റ്ററിലാണ് ക്യാപ്ഷൻസ് എഴുതുന്നത്. അപ്പൊ സിദ്ദിഖ് ലാലിനോട് ഒരു ക്യാപ്ഷൻ എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞു, അതായത് ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ അത് ലാല് പറഞ്ഞ മറുപടിയാണ്, ഈ സിനിമ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഈ പ്രൊഡ്യൂസർ പിന്നെ നിങ്ങൾ ജീവിതത്തിൽ കാണില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇതിന്റെ പ്രൊഡ്യൂസർക്ക് അടുത്ത് പടം ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. ഞാൻ അടുത്ത പടം ചെയ്യുമായിരിക്കാം, കാരണം റൈറ്ററെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ ഈ സിനിമ പരാജയപ്പെട്ടെന്ന് വിചാരിച്ചു. വേസ്റ്റ് സിനാരിയോ, ഭയങ്കര ഫ്ലോപ്പാണ്, നിങ്ങൾ എല്ലാവരും എന്നെ തെറി വിളിച്ചു. അപ്പോഴും എൻ്റെ അടുത്ത് നല്ലൊരു കഥയുണ്ടെങ്കിൽ ഞാനൊരു ആർട്ടിസ്റ്റിനെ കൺവിൻസ് എനിക്ക് പടം നടക്കും, ഡയറക്ടർ നടക്കും. പക്ഷെ പ്രൊഡ്യൂസർ മുടക്കിയ കാശ് ഈ പടം വിജയിച്ചാലേ തിരിച്ചു കിട്ടുള്ളൂ, അല്ലാതെ കിട്ടൂല. കാരണം ഇപ്പൊ നമുക്ക് പ്രീ ബിസിനസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ തിയേറ്ററിൽ ഇറക്കാം. പിന്നെ ഈ സിനിമ എന്തുകൊണ്ട് കാണുന്നുള്ളതിന്റെ സത്യസന്ധമായ ഉത്തരം, ഈ സിനിമ നിങ്ങൾ ബോറടിപ്പിക്കൂല. മഹത്തരമായ സിനിമ പരിപാടികളൊന്നുമല്ല, പക്ഷെ നിങ്ങൾ ബോറടിപ്പിക്കൂല. കാരണം തമാശയുണ്ട് അത്യാവശ്യം. അപ്പൊ ഞാനൊരു കഥാലോചിക്കും ഇത് എന്നെ ബോറടിപ്പിക്കും എന്നുള്ളതാണ്. നമ്മൾ സിനിമ തിയേറ്ററിൽ കാണുന്ന പോലെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുള്ളൂ, അല്ലാതെ എന്റെ ആത്മസാക്ഷാത്കാരത്തിന് ഞാനൊന്നും എഴുതുന്നില്ല. ആത്മസാക്ഷാത്കാരം ഇതാണ്, നിങ്ങൾക്ക് അറിയാത്ത പല വേർഡുകളും കിട്ടും. സാക്ഷാത്കാരം, സാറ്റിസ്ഫാക്ഷൻ, അതാണ്. അപ്പൊ അതിനുവേണ്ടി എഴുതുന്നല്ല, അങ്ങനെ ഒരു കലാകാരനേ അല്ല നമ്മള്. അപ്പൊ നമ്മള് സിനിമ വിജയിക്കാൻ വേണ്ടിയാണ് എഴുതുന്നത്. ഈ വാക്കൊക്കെ സിനിമയിലുണ്ടോ? ഈ വാക്കൊക്കെ സിനിമ നല്ല ക്രിഞ്ച് എന്ന് പറയുമ്പോൾ ഉള്ളവര് ഇത് ഇല്ല, അങ്ങനല്ല. നമ്മള് ഭയങ്കര നോർമലായിട്ട് സംസാരിക്കുന്ന ഡയലോഗ്സ് ഒക്കെ എങ്ങനെയാ? അപ്പം ആ ഒരു ഡയലോഗ്സ് വായിൽ വരുന്നപ്പോ എഴുതും, അപ്പൊ എഴുതല്ലേ, അതാണ് പരിപാടി. അല്ല ഡയലോഗ്സ് അങ്ങനെ വായു വരുന്ന ഇപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ പറയുന്ന ധ്യാന്റെ ഒക്കെ ഒരു സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ, ആ രീതിയിലായിരിക്കുമോ ധ്യാൻ സംസാരിക്കുന്നുണ്ടാവുക? അതാ ആ മോഡുലേഷൻ പിടിക്കാൻ നിങ്ങൾ പറയോ? ഇല്ലില്ല, ധ്യാൻ നമ്മളൊരു സീക്വൻസിൽ ഡയലോഗ് എഴുതിയിട്ടുണ്ട്. പിന്നെ ആർട്ടിസ്റ്റിനെ അത് വേണ്ട രീതിയിൽ മോൾഡ് ചെയ്ത് സംസാരിക്കുന്നുള്ളതാണ്. അപ്പൊ ഞാൻ കുറച്ച് കാഷ്വൽ ആയിട്ട് തന്നെയാണ് അതിൽ ബിഹേവ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ടൊരു ക്യാരക്ടറായി മാറി സാധാരണക്കാരനാണ്. ആ സിനിമയിൽ എല്ലാം സാധാരണക്കാരാണ്. അതുകൊണ്ട് മറ്റേ ഹെവി ഡയലോഗ്സ് അതിൽ പിന്നുള്ളത് ആക്ച്വലി കലാഭവൻ ഷാജോണാണ്, പിന്നെ പ്രശാന്ത് അലക്സാണ്ടർ, പിന്നെ മധുസൂദൻ റാവു, പുള്ളി തമിഴാണ്, നമ്മളെ മാനഗരത്തിലൊക്കെ വില്ലനായിരുന്നു. അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ്. വളരെ ചെറിയൊരു സിനിമയാണ് ആക്ച്വലി, അങ്ങനെ ഭയങ്കരമായ ഒരു സിനിമയല്ല. ഒരു ബാങ്കും അതുമായിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്ന കഥകളുമായിട്ട് പോകുന്ന ഒരു ലിമിറ്റഡ് റിസോഴ്സ് ഉള്ള ഒരു സിനിമയാണ്. കാസർഗോഡാണ് ഷൂട്ട് ചെയ്തത്. കാസർഗോഡ് ഷൂട്ട് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ആലോചിച്ചപ്പോ അതപ്പോ ഡെയിലി വീട്ടിൽ പോയിട്ട് വരാമല്ലോ. അപ്പൊ എന്റെ വീട് കാസർഗോഡാണല്ലോ. അപ്പൊ അങ്ങനെ കാസർഗോഡാണ് കഥ പറയാൻ നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ കാസർഗോഡിന്റെ ബാക്ക്ഡ്രോപ്പിലാണ് സിനിമ നടക്കുന്നത്. അടുത്ത സിനിമ ആലോചിക്കുന്നത് കാസർഗോഡിന്റെ ബാക്ക്ഡ്രോപ്പ്. നിങ്ങൾക്ക് നല്ലൊരു അവസരം തരാം. നമ്മൾ എന്തായാലും ഒരു വെരി ഹാപ്പി ടു സീ ഒരു സിനിമാക്കാരനാകുന്നു ഒഫീഷ്യലി. അതിനുള്ള സ്ട്രഗിൾ പീരീഡ് നമുക്ക് എല്ലാം അറിയാം. നമുക്ക് കുറെ പേര് ഇപ്പോഴും ഡയറക്ടർ ആക്കിയതിനു ശേഷം വീണ്ടും ഗ്രാഫ് താഴത്തോട്ടാണ് പോകുന്നത്. വേറെയും കുറെ ആൾക്കാരുടെ ഇത് കിട്ടിയതാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ്. പക്ഷെ വളരുന്ന ഒരാള് സിനിമയില് സക്സസ്ഫുൾ ആയ ആൾക്കാരുടെ ഇന്റർവ്യൂ ആർക്കും ചെയ്യാം, പോഡ്കാസ്റ്റ്. സിനിമ ഇറങ്ങാൻ പോകുന്ന ഒരുത്തന്റെ പോഡ്കാസ്റ്റ് ഒക്കെ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. തള്ളു കാസ്റ്റ് അത് നിങ്ങൾ മാത്രമേ. അതിന് ഞാൻ അതിന്റെ നന്ദി എന്നും നിങ്ങളുടെ എല്ലാത്തിനും തുടക്കം നമ്മൾ തന്നെയാണ്. തീർച്ചയായും അല്ലേ? ശരിയാ. ഇത് നമുക്ക് ഈ സിനിമ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ബാക്കി പോസിറ്റീവായിട്ടൊക്കെ ജയിക്കട്ടെ. അല്ല, പരാജയപ്പെടാണ് പിന്നെ എന്നെ വിളിക്കേണ്ടത്. പരാജയത്തിനെ കുറിച്ച് സംസാരിക്കാമല്ലോ. നമുക്ക് എന്തുകൊണ്ട് പൊട്ടിയെന്ന് വിജയിച്ചവര് പറയുന്ന 1500 കഥകളുണ്ടോ, പരാജയപ്പെട്ട കഥകളൊക്കെ ഉണ്ട്. ആ സിനിമ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ പറയാം എന്തുകൊണ്ട് പരാജയപ്പെട്ടു, വിജയിച്ചാൽ പറയാം എന്തുകൊണ്ട് വിജയിച്ചതുള്ളത്. ശരി, സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ, എന്താണ് പ്രതീക്ഷ? ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി സിനിമ ആക്ച്വലി ആവറേജ് ആയിരിക്കും. ഐ മീൻ ഓക്കെ പടമായിരിക്കും. കാരണം നമ്മളുടെ ലിമിറ്റഡ് ബഡ്ജറ്റ്, ആർട്ടിസ്റ്റുകളാണ് നമുക്കറിയാലോ. അങ്ങനെ ഭയങ്കരമായ സർപ്രൈസ് 100 കോടി അടിക്കുന്ന പ്രതീക്ഷയില്ല. പക്ഷെ ഒരു ആവറേജ് ഹിറ്റ് ആയിരിക്കും. 50 കോടി 50ന്റെ അടുത്ത് വരും. പക്ഷെ 49 അത്രയൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അല്ല, പണം പൊട്ടില്ല എന്നുള്ള പ്രതീക്ഷ. മാർക്കറ്റിംഗ് പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു? മാർക്കറ്റിംഗ് ആക്ച്വലി നമ്മളിപ്പോ ലാസ്റ്റ് വീക്കാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇട്ടത്. ഇന്ന് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പോകും.
എനിക്കൊന്ന് ട്രെയിലർ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും 28 റിലീസ്. ധ്യാൻ ശ്രീനിവാസൻ മൂവിയുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ധ്യാൻ ശ്രീനിവാസനാണ്. അത് ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. എപ്പോഴാണ് അതിന്റെ സ്റ്റാർട്ട് വരുന്നത്? ഞാൻ വീണ്ടും എന്റെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരട്ടെ. എനിക്ക് തോന്നുന്നു റിലീസിനൊരു 2-3 ദിവസം മുമ്പായിരിക്കും ഇന്റർവ്യൂസ് വരുന്നത്. എന്തായാലും ഇന്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ധ്യാന്റെ ഇന്റർവ്യൂസ് വരും ആ പടമായിട്ട് റിലേറ്റഡ്. അപ്പൊ ആ പടത്തിന്റെ ധ്യാന്റെ എക്സ്പീരിയൻസ് ധ്യാൻ പറയുന്നതായിരിക്കും അല്ലെ, അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് പറയാം. അപ്പൊ ധ്യാൻ സബ്ജക്ട് ഞാൻ നേരത്തെ തമാശ പറഞ്ഞു, ധ്യാൻ സബ്ജക്ട് ഇഷ്ടപ്പെട്ട് ഓക്കെ പറഞ്ഞ പ്രോജക്റ്റ് ആണ്. അപ്പൊ ധ്യാനും അതിന്റെ പ്രതീക്ഷകളും പരിപാടികളും ഉണ്ടാവും. നിങ്ങൾ ധ്യാന്റെ മുമ്പത്തെ ഇന്റർവ്യൂ കണ്ടതിന് മനസ്സിലാവും. ധ്യാൻ ഈ സിനിമയെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ടാവും വരാനിരിക്കുന്ന പടങ്ങളുടെ ലിസ്റ്റിൽ. അപ്പൊ ധ്യാനും ചെറിയൊരു പ്രതീക്ഷയുള്ള സിനിമയാണ്. പിന്നെ അൾട്ടിമേറ്റ് സീൻ പടം തിയേറ്ററിൽ വർക്ക്ഔട്ട് ആക്കിയാൽ നമുക്ക് അതിന്റെ സക്സസിനെ പറ്റി തള്ളി മറിക്കാം. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത്. അപ്പൊ സിനിമ ജയിക്കുന്ന പരാജയപ്പെടുന്നതൊക്കെ സെക്കൻഡ് ആണ്. നമ്മൾ നമ്മുടെ ജോലി ചെയ്തു. ഇനിയിപ്പോ നമ്മൾ അടുത്ത സിനിമകളുടെ ചർച്ചയിലാണ്. സിനിമയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന പരിപാടി ചർച്ചയാണ്. പുതിയ ആഡ് എന്തെങ്കിലും സാർ എന്തെങ്കിലും പുതിയ ആഡിന്റെ ചർച്ചയിലാണ്. ആരായിട്ടാണ് ചർച്ചയുണ്ട്? പുതിയ മ്യൂസിക് വീഡിയോ സിനിമകളുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. അതെ, ഏതോ ഒരു പുതിയ അല്ലേ പരിപാടികൾ വരുന്നുണ്ട്. ഇത് എല്ലാം കണക്ട് ആയി വരുന്നതാണ്. നമ്മള് ഒരു ആഡ് ചെയ്തു, രണ്ടാമത്തെ ആഡ് വന്നു, മുമ്പത്തെ സിനിമ കണക്ഷൻ വന്നു, നമുക്ക് പുതിയ സിനിമ വന്നു, ഈ സിനിമ കണക്ഷനാണ് അടുത്ത സിനിമ വരുന്നത്. ഇപ്പൊ 2-3 ആർട്ടിസ്റ്റുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ധ്യാനുമായിട്ട് അടുത്തൊരു പ്രൊജക്ട് ചർച്ചയിലാണ്, വേറെ ആർട്ടിസ്റ്റുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോകും. പിന്നെ അതിന്റെ ഉള്ളിൽ വേറെയും പരസ്യങ്ങളൊക്കെ ഇതേപോലെ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പൊ ഇത് അൾട്ടിമേറ്റ്ലി ചർച്ചകൾ നടക്കും. ഏതാണ് ലൈവ് പോയെന്നുള്ളതാണ്. നമുക്കും ഫസ്റ്റ് ഡേ ടിക്കറ്റ് കിട്ടും. എന്തായാലും നിങ്ങൾ സിമ്പിൾ ആയിട്ട് ടിക്കറ്റ് കിട്ടും. അങ്ങനെ വലിയ തിരക്കൊന്നും ഇവിടെ റിലീസൊക്കെ എനിക്ക് 2 ടിക്കറ്റ് എടുക്കാൻ 1 ഞാൻ അല്ല, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കാണാം. നമ്മളെ ക്രൂ ടീമിൽ സിനിമ ഇപ്പൊ നമ്മൾ ചെയ്ത പരിപാടി നല്ലതായാലും മോശം നമ്മൾ കാണാം. നമ്മൾ ചങ്കുറ്റത്തോടെ പോയിരുന്ന് കാണാം. അതിൽ വേറെ എക്സ്ക്യൂസസ് മുങ്ങി നടക്കൽ പരിപാടികളൊന്നുമില്ല. നിങ്ങൾ പണ്ട് എന്റെ കൂടെ ഒരു സിനിമയ്ക്ക് വന്നിട്ട് പകുതി നിങ്ങൾ ഇറങ്ങി പോയിട്ടുണ്ട്. ആ സിനിമയുടെ പേര് പറയണ്ട, ഇറങ്ങി പോയിട്ടുണ്ട്. ഇപ്പൊ വളരെ റയർ ആയിട്ട് സിനിമ പകുതിയിലേക്ക് ഇറങ്ങിപ്പോളൂ. എന്തെങ്കിലും വകുപ്പുണ്ട് സഹിച്ച് കണ്ടിരിക്കും. ചില സിനിമകൾ ഇറങ്ങിപ്പോണ്ട്. അപ്പൊ അതേപോലെ ആൾക്കാർക്ക് ബോറടിച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ആൾക്കാർ ഇറങ്ങിപ്പോകും. അവർക്ക് നമ്മൾ പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റോ പരിപാടികളൊന്നും ഇല്ലല്ലോ. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട വിജയിക്കില്ല. എല്ലാരും പറയുന്ന പോലെ തന്നെ പ്രേക്ഷകരാണല്ലോ അതിന് വിജയം. പക്ഷെ നമ്മള് അതിനു മുമ്പ് തള്ളാൻ നോക്കും. നമ്മുടെ ജോലിയാണ് അത് മാർക്കറ്റിംഗ്. സുഷിൻ ശ്യാം മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഒരു ബൈറ്റ് പറഞ്ഞതിന് ശേഷം അതിന്റെ ഒരു ഭയങ്കര ഒരു മാർക്കറ്റിംഗ് ബൂസ്റ്റ് ആയിട്ട് പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അവസരം തരാം. നമ്മുടെ പരിപാടി എത്ര പേര് കാണുന്നുള്ളത് നമുക്ക് കണ്ടിരിക്കണം. ഒന്ന് അല്ല, അതല്ല ഞാൻ പറഞ്ഞത്, തൊട്ടിലെ സിനിമയ്ക്ക് പണം പരാജയപ്പെടൂല. അത് ആ കോൺഫിഡൻസ് വേണം നമുക്ക്. ഞാൻ പറഞ്ഞു, നമ്മുടെ ജോലി നമ്മൾ ചെയ്തു. നമ്മൾ തിയേറ്ററിലേക്ക് പടം ഇറക്കുന്നു. പടം ഹിറ്റായാലും പരാജയപ്പെട്ടാലും നിങ്ങൾക്ക് എന്നെ ധൈര്യമായിട്ട് വിളിക്കാം, ഞാൻ വരുന്നതായിരിക്കും. എന്നിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. അത്രയേ ഉള്ളൂ. ഇത് സംഭവിച്ചോണ്ടിരിക്കല്ലേ, പ്രശ്നം എല്ലാം സംഭവിക്കല്ലേ മോനെ, സംഭവിച്ചോണ്ടിരിക്കുന്നതല്ലേ. ഇപ്പൊ ഈ സിനിമയുടെ പരാജയവും വിജയവും നമ്മളൊന്നും ബാധിക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന വാക്കുന്നോട് പഠിപ്പിച്ചു തരാം. എന്തായിരുന്നത്? ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരം എന്നൊരു കറക്റ്റ് അർത്ഥം എനിക്ക് തോന്നുന്നു അത് കറക്റ്റ് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് തോന്നുന്നു. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് കറക്റ്റ്. അതിന്റെ ഇംഗ്ലീഷ് എനിക്കറിയില്ല. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് തോന്നുന്നു. അറിയില്ല ഇംഗ്ലീഷ്. അതിന്റെ കറക്റ്റ് ഇംഗ്ലീഷ് മലയാളത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ആത്മസംതൃപ്തി. നമ്മൾ നമ്മുടെ സ്വന്തം സന്തോഷത്തിന് വേണ്ടി ചെയ്ത് അതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നു. ഓക്കെ, അതിപ്പോ നമുക്കൊരു കൊമേഴ്ഷ്യൽ സിനിമ അങ്ങനെയല്ലോ. അതോടെ ഞാൻ പറഞ്ഞത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി നല്ലതാണല്ലോ. അപ്പൊ ശരി, നമുക്ക് നിർത്തിയേക്കാം അല്ലേ? നമുക്ക് പരിപാടി. അപ്പൊ എനിവേ ഞങ്ങള് വിളിച്ചപ്പോ തന്നെ നിഷാദ് പറഞ്ഞ പോലെ കുറെ ആൾക്കാർ ക്യൂലുണ്ടായിരുന്നിട്ട് വിളിച്ചപ്പോ തന്നെ വന്നതിന് താങ്ക് യു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഇത് നിങ്ങൾക്ക് കിട്ടാവുന്ന ക്രെഡിറ്റ് പറ്റുന്നതാണ്. സക്സസ്ഫുൾ ആയ ഒരു സിനിമാക്കാരന്റെ ഇന്റർവ്യൂ ആർക്കും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ വിളിച്ചല്ലോ. അപ്പൊ നമുക്ക് കാണാം അടുത്ത പരിപാടിന്. പടം റിലീസാവും. വനിതർ പോയിട്ട് ടിക്കറ്റ് എടുത്ത് കാണുക. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുക. ഒരു അഭിപ്രായം അറിയിക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി അതിനെ പറ്റി ചർച്ച ചെയ്യാം. എന്താണ് സംഭവിച്ചത് ഞങ്ങൾ ആലോചിക്കട്ടെ. ചർച്ച ചെയ്താൽ മതി. നിങ്ങൾ ധ്യാൻ ശ്രീനിവാസനെ കൊണ്ടുവരുമോ? അങ്ങനെ നിങ്ങളുടെ അപ്പുറത്തൊരു സ്പേസ് ഉണ്ട്. മാർക്കറ്റിംഗ് എങ്ങനെയാണ് തീരുമാനിച്ചത്? ഏത് ഡേറ്റ് ആണ് ഉള്ളത്? അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും പ്ലാൻ. ഞാൻ താമസിക്കാതെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാം. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പിടിച്ചു നോക്കാം. ഒരു ഇന്റർവ്യൂ ഉണ്ട്, പരിപാടികൾ. നിങ്ങൾക്ക് തോന്നി ഇച്ചിരി ക്വാളിറ്റി ഉള്ള കോൺവെർസേഷൻ ആണ് നിങ്ങൾക്ക് തോന്നി? ഇതിപ്പോ എന്റെ ഇന്റർവ്യൂ ക്വാളിറ്റി ആയിട്ടുള്ള പിന്നെ ഒരു തള്ള അങ്ങോട്ട് പോകുന്നു, ഒരു തള്ളി തള്ളി ഒരു മ്യൂച്വൽ പരിപാടിയിൽ പോവാം. ഓക്കെ, ബാക്കി മുരളി മതി മതി അത് നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ബിരിയാണി കഴിച്ചാൽ നമുക്ക് ബിരിയാണി ആയിരുന്നു. ഓക്കെ, അപ്പൊ
അപ്പൊ ശരി. അപ്പം ശരി, താങ്ക് യു സോ മച്ച്, ഓൾ ദ ബെസ്റ്റ്. കണ്ടതിലും വന്നതിലും സന്തോഷം. ഓക്കെ ഓക്കെ, ശരി. കട്ട്.